ഹായ്, വളരെ സന്തോഷമുള്ളൊരു വേദിയാണ്. വളരെ പ്രിയപ്പെട്ട രണ്ട് മനുഷ്യരുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജനറേഷൻ നെക്സ്റ്റിൻ്റെ എഴുത്തും വായനയും എന്നുള്ളതാണ് നമ്മുടെ സെഷൻ്റെ ടൈറ്റിൽ വന്നിട്ട്. വായന എന്ന് പറയുന്നത് വളരെ ചരിത്രമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് മുതലാണ് വായന ഉണ്ടാകുന്നത് നമുക്കറിയാം. താളിയോല വായിക്കുന്ന, താളിയോലയിൽ എഴുതുന്ന, അല്ലെങ്കിൽ അതിനെയും മുന്നേ ശിലാലിഖിതങ്ങൾ തൊട്ട് വായനയുടെ രൂപങ്ങൾ പല രീതിയിൽ മാറുന്നുണ്ട്. പാരായണം എന്നുള്ളതിന് മാറിക്കൊണ്ട് പുസ്തകം ഉണ്ടാവുന്നതോട് കൂടിയിട്ടാണ് വായനയുടെ സ്വഭാവം വലിയ തോതിൽ അട്ടിമറിക്കപ്പെടുന്നത്. അതിനുശേഷം പുതിയ കാലത്തെ വായന വീണ്ടും ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ട് നമുക്കറിയാം ഓൺലൈൻ വായന എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അപ്പം ഈ ഒരു മാറ്റങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ കാലത്തെ വായനയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്, ഒരു കാലത്ത് നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് വായന മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശങ്കയായിട്ട് ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ സാമൂഹിക സാംസ്കാരിക ലോകത്തിൻ്റെ ആശങ്ക എന്ന് പറയുന്നത് വായിക്കുന്നത് ശരിയല്ല. വായന കൂടിയിട്ടുണ്ട്, വായന ജനകീയവൽക്കരിക്കപ്പെടുന്നുണ്ട്, പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വായിക്കുന്നത് ശരിയല്ല, ഗൗരവമുള്ള വായനകളല്ലത് എന്നുള്ള വിമർശനങ്ങളൊക്കെ കേൾക്കുന്ന, അതിനോടൊക്കെ പൊരുതി ജീവിക്കുന്ന രണ്ട് എഴുത്തുകാർ കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം എങ്ങനെ കാണുന്നു പുതിയ കാലത്തെ വായനയെ, വായനയുടെ മാറുന്ന സ്വഭാവത്തിനെ, ഈ വിമർശനങ്ങളെ ഒക്കെ എങ്ങനെ നോക്കുന്നു? ആദ്യം അഖിൽ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം ചോദിച്ച പോലെ ഒരുപാട് വിമർശനം വരും. ഞാൻ വിമർശനത്തിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട ആ ഒരു സപ്പോർട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. പിന്നെ നല്ല വിമർശനങ്ങളുണ്ട്, മോശം വിമർശനമുണ്ട്. ഇപ്പോൾ ഒരാൾ എൻ്റെ 3 ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓജോബോർഡ്, മെർക്കുറിയലിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി. ഞാൻ ഓജോബോർഡ് എഴുതി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വിമർശിച്ചത് അതിൻ്റെ അകത്ത് കഥാപാത്രങ്ങൾക്ക് കുറച്ചുകൂടി ഡെപ്ത് വേണമെന്ന് പറഞ്ഞു. അത് നല്ല വിമർശനമാണ്. ഓജോബോർഡ് എഴുതുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽ ആരും എഴുതുന്ന ആൾക്കാരില്ല, അല്ലെങ്കിൽ സെൽഫ് പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്, കൊണ്ടുനടന്ന് വിറ്റൊരു ബുക്കാണ്. അപ്പോൾ ഇതിങ്ങനെ ഫ്ലിപ്കാർട്ട്, ആമസോണിൽ സെല്ലിങ് തുടങ്ങിയപ്പോൾ, റിവ്യൂസ് വന്നു തുടങ്ങിയപ്പോൾ, ഒരു സാധാരണക്കാരൻ്റെ ബുക്ക് റിവ്യൂ ചെയ്യപ്പെടുന്ന കണ്ടപ്പോൾ കുറേ ആൾക്കാർക്ക് എന്തിനാണ് ഇവൻ്റെ ബുക്കൊക്കെ റിവ്യൂ ചെയ്യുന്നത്, സ്വന്തമായിട്ട് അച്ചടിച്ച് ആർക്ക് വേണമെങ്കിലും ഇവിടെ എഴുത്തുകാരനാവുമല്ലോ എന്നുള്ളൊരു ചിന്ത. ഇത് 2014-15 കാലഘട്ടമാണ്. അന്ന് ഇതുപോലെ നമുക്ക് ഒരുപാട് പബ്ലിഷിംഗ് കമ്പനികളില്ല. ഇപ്പം നമുക്ക് ഒരുപാട് പബ്ലിഷിംഗ് കമ്പനികളുണ്ട്. 100 കോപ്പി തൊട്ട് അച്ചടിക്കാം, ചിലപ്പോൾ 50 ഒക്കെ അച്ചടിക്കാൻ പറ്റും. അന്ന് 1000 കോപ്പി അച്ചടിച്ചതാണ്. അന്ന് എങ്ങനെ ഇത് വിറ്റഴിക്കും എന്നുള്ളൊരു ധൈര്യം ഒന്നും എനിക്കറിയത്തില്ല. എങ്ങനെ ചെയ്യണം, ഇത് വിൽക്കണം, ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന്. അന്നിങ്ങനെ റിവ്യൂ വന്നപ്പോൾ കുറേ ആൾക്കാർ വിമർശിക്കാൻ വന്നു, ഇവൻ്റെ ഒന്നും ബുക്ക് വായിക്കരുത്, ചവറാണ് എന്ന് പറഞ്ഞു. അന്ന് ആ വിമർശനം കേട്ട് ഞാൻ അവിടെ നിർത്തിയിരുന്നെങ്കിൽ മെർക്കുറിയലിൻ്റെ ഉണ്ടാകത്തില്ല, ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി ഉണ്ടാകത്തില്ല. അത് മോശം വിമർശനം, എഴുത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന വിമർശനം. രണ്ടാമതൊരു വിമർശനമുണ്ട്, ഈ പോർഷനിൽ കുറച്ചുകൂടെ ഡെപ്ത് വരായിരുന്നു, കഥാപാത്രങ്ങൾക്ക് ഡെപ്ത് വരായിരുന്നു. അത് നല്ല വിമർശനം. അത് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളതെല്ലാം തള്ളിക്കളയുന്നു. താങ്ക് യു. അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഹിസ്റ്ററി കൂടി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഈ വായന എല്ലാ കാലത്തും മനുഷ്യർ ഇഷ്ടപ്പെട്ട ഒന്നാണ്. അതായത് പ്രാചീന കാലം മുതൽ. ഇപ്പോൾ കാളിദാസൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ താളിയോലകളായി ഇന്ത്യയിലെ പല ഭാഗത്ത് മനുഷ്യർ കൊണ്ടുപോയി എഴുതിയിരുന്നു, സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എത്രയോ ഒരു 500 വർഷം മുമ്പ് മനുഷ്യർ എഴുത്ത് തേടിപ്പോവുകയും അത് ഇപ്പോൾ ഇത് തന്നെ നാടകങ്ങളും കവിതകളും തന്നെയാണ്. നാടകങ്ങളും കവിതയും അടങ്ങുന്ന ആ താളിയോല, ഒരു താളിയോലയിൽ ആണി കൊണ്ട് എഴുതാൻ എത്ര സമയം വേണ്ടിവരുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ക്ഷമയോടുകൂടി അത്രയും കെട്ടുള്ള എഴുത്തുകൾ മനുഷ്യരിങ്ങനെ സഞ്ചരിപ്പിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഏറ്റവും പുതുകാലത്തെ സാങ്കേതിക വിദ്യയിലേക്ക് എത്തിയിരിക്കുന്ന എഴുത്ത് രൂപപ്പെട്ടു വന്നത്. നമ്മൾ ഇപ്പോൾ ജനറേഷനെ പറ്റിയാണ് പറയുന്നത്. ജനറേഷനെ നമ്മൾ എങ്ങനെയാണ് തിരിക്കുക, അല്ലെങ്കിൽ ഒരു ജനറേഷൻ്റെ എഴുത്തിനെയും വായനയും നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ കഴിയുക? ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ തിരിക്കുമ്പോൾ 70കളിലെ ഒരു സമൂഹം, അത് കഴിഞ്ഞ് 90കളിലെ ഒരു സമൂഹം, അത് കഴിഞ്ഞ് ഏറ്റവും പുതുകാലം, അങ്ങനെയാണല്ലോ സാധാരണ സാഹിത്യത്തിൽ നമ്മൾ 70കളിലെ ഒരു വസന്തകാലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അന്നാണ് എഴുത്തിൻ്റെ പ്രൗഢി എന്ന് പറയും, അന്നാണ് വായനയുടെ പ്രൗഢി എന്ന് പറയും. അങ്ങനെ ഒരു വസന്ത ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം 70കളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പിന്നീട് ഇപ്പോൾ ഈ കെ വേണുവിൻ്റെ ഒക്കെ പുസ്തകവും പ്രസംഗമൊക്കെ കേട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് 70കളിലും വളരെ ചുരുക്കം മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ എഴുതുകയും വായിക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നത്. ബാക്കി ബഹുഭൂരിപക്ഷം ആളുകളും അവരവരുടേതായ സ്വത്വങ്ങൾ ജീവിച്ചു പോയ സാധാരണ മനുഷ്യരാണ്. സാധാരണ എന്ന് ഉപയോഗിക്കുന്നത് ഞാൻ മറ്റൊരു അർത്ഥത്തിലല്ല, അങ്ങനെയുള്ള മനുഷ്യരാണ്. അപ്പോൾ 90കൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഉത്തരാധുനികത എന്നൊക്കെ പറഞ്ഞ് വലിയ
പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ നടന്നെങ്കിലും വായനയും എഴുത്തും ശക്തിപ്പെട്ടത് ഏത് കാലത്താണ്? നമുക്ക് 100% ഉറപ്പിച്ചു പറയാം, ന്യൂനപക്ഷത്തിൽ നിന്നും ബഹുഭൂരിപക്ഷത്തിലേക്ക് എഴുത്തിൻ്റെ വായനയുടെ തലം എത്തിയത് ഈ പുതിയ കാലത്താണ്. അത് എല്ലാവരും എഴുത്തുകാരാണ്. ഇപ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് കവികളാണ്. കാരണം ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് കവി എന്ന് വിളിച്ചാൽ 199 പേരും തിരിഞ്ഞു നോക്കും എന്നൊക്കെ പറഞ്ഞ് കവികൾ അപമാനിച്ച് ഇപ്പോൾ അപമാനം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കവികൾക്ക് വന്നു. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്ക്, കവിത മാത്രമാണോ? എത്ര നോവലുകൾ വരുന്നു, എത്ര യാത്രാനുഭവങ്ങൾ എത്ര വരുന്നു. മറ്റ് നിരൂപകണമാണ് അത്യാവശ്യം കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാ മേഖലകളിലും എഴുത്തുകാരും എഴുത്തും സജീവമാണ്. ഈ പ്രസാധകരെ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. ഒരാഴ്ച പതിപ്പിലേക്ക് അയച്ച് മാസങ്ങളിങ്ങനെ വേണ്ട. അതാത് സമയത്ത് നമ്മുടെ ആവിഷ്കാരങ്ങളെ, ആത്മാനുഭവങ്ങളെ ഇതെല്ലാം പങ്കുവെക്കാനുള്ള ഇടങ്ങൾ പുതിയ കാലത്താണ്. കോപ്പികൾ ഏറ്റവും കൂടുതൽ പോകുന്നത്, അത് അവിടെയും വിമർശനങ്ങൾ അഖിൽ പറഞ്ഞ പോലെ ഉണ്ട്. കോപ്പി പോകുന്നതാണോ പുസ്തകങ്ങൾ? പിന്നെ എന്താണ് പുസ്തകങ്ങൾ? മനുഷ്യർ വായിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് തന്നെയല്ലേ പുസ്തകം? അത് തന്നെയല്ലേ ഒരു വായനയുടെ വികാസം എന്ന് പറയുന്നത്. അപ്പോൾ അഖിലിൻ്റെ പുസ്തകങ്ങളായാലും നിമ്നയുടെ പുസ്തകങ്ങളായാലും ഇനി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ എൻ മോഹൻ്റെ പുസ്തകങ്ങളായാലും ഇപ്പം ഞങ്ങളടങ്ങുന്ന പലരുടെയും പുസ്തകങ്ങളായാലും അത്രയേറെ ആളുകൾ വായിക്കുന്നത് പുതിയ കാലത്താണ്. നമ്മൾ എത്ര അത് അവിടെ മറ്റൊരു പോയിന്റ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഈ വായനകളെക്കുറിച്ച് നമ്മൾ പറയും, ഇൻ്റർനെറ്റ് വായനകൾ വന്നാൽ അന്ന് എല്ലാവരും ഭയന്നു. ഞാനും അന്ന് ആ സമയത്ത് ഭയന്നു. ഇനി എന്തില്ല, പ്രിൻ്റഡ് ഒന്നുമില്ല. കാരണം ഇനി വരാൻ പോകുന്നത് മുഴുവൻ ഓൺലൈൻ വായനകളും ഫോൺ വായനകളുമാണ്. പക്ഷേ പത്രങ്ങളൊക്കെ പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ചരിത്രം എന്തായി? മുമ്പ് നമുക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഭാഷാഭൂഷണി, അതല്ലെങ്കിൽ മാധ്യമം എന്നുള്ള 2 or 3 വാരികളും മാസികകളും ആണെങ്കിൽ ഇന്ന് അതിനോട് കിടപിടിക്കുന്ന പ്രിൻ്റഡ് മാസികകൾ ധാരാളമുണ്ട്. ഓരോ ജില്ലയിൽ നിന്ന് ഇറങ്ങുന്ന പ്രിൻ്റഡ് വാരികൾ നോക്കൂ. പുസ്തകങ്ങൾ, അഖിലിൻ്റെ പുസ്തകം 3 ലക്ഷം കോപ്പി ആയത് ഓൺലൈനിലൂടെ ആളുകൾ വായിച്ചിട്ടല്ല, പ്രിൻ്റഡ് വായിച്ചിട്ടാണ്. അപ്പോൾ എത്ര ഓൺലൈൻ ഏത് കാലത്തും നമ്മൾ 70s 80s ഒക്കെ പറഞ്ഞാലും ഈ പുതുകാലത്തും പ്രിൻ്റഡ് വാരികൾ, നിമ്നയുടെ പുസ്തകം 1 ലക്ഷത്തിലധികം കോപ്പി, എൻ്റെ പുസ്തകങ്ങൾ, മറ്റാളുകൾ, ഇതെല്ലാം പ്രിൻ്റഡ്. അതോടൊപ്പം തന്നെ ഏതും വായിക്കുന്നു, ഓൺലൈൻ വായിക്കപ്പെടുന്നു. അതുപോലെ കേൾക്കാനുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നു, ഇതെല്ലാം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വായനയുടെ, എഴുത്തിൻ്റെ വലിയ വികാസമായ വിശാലമായ ഒരു ലോകബോധത്തിൽ തന്നെയാണ് നമ്മൾ എത്ര ജെൻസ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയാലും ഇനി പുതുതലമുറയെ നശിപ്പിക്കുന്നവരെന്ന് പറഞ്ഞാലും വായനയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഞങ്ങളടങ്ങുന്ന ഒരു തലമുറയ്ക്ക് വലിയ പുസ്തകം വായിച്ചില്ലെങ്കിൽ പോലും പുസ്തകം വാങ്ങി, അതാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇതെല്ലാം ഇപ്പോൾ അഖിലിൻ്റെ പുസ്തകം മുഴുവൻ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയാണ് ആളുകൾ ഇടുന്നത്. ആയിക്കോട്ടെ, എങ്കിലും ഒരു പുസ്തകം തൊട്ട് ഒരു മനുഷ്യൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കാലത്തിൻ്റെ അടയാളമാണ്. ആ അടയാളങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അടയാളങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ കാലം പങ്കുവഹിക്കുന്നുണ്ട്. എഴുത്തുകാരൻ എന്ന രീതിയിൽ മലയാള സാഹിത്യത്തിൽ കൃത്യമായിട്ടൊരിടം ഉണ്ടാക്കി കഴിഞ്ഞ 2 പേരാണ്. വായനക്കാരൻ എന്ന രീതിയിൽ സ്വയം എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? എന്താണ് വായിക്കുന്നത്? വായനാ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്നാണ്. ഞാൻ എല്ലാ ടൈപ്പും വായിക്കും. എല്ലാ ജോണറും ഇഷ്ടമാണ്. പണ്ട് ത്രില്ലറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വരഭേദങ്ങളെന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മിയുടെ ഓട്ടോബയോഗ്രാഫി വായിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ജീവിക്കാത്ത ഒരു ജീവിതം മറ്റൊരാളിലൂടെ നമ്മൾ കണ്ടറിയുകയാണ്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ ഓട്ടോബയോഗ്രാഫിയിലേക്ക് തിരിഞ്ഞു. പിന്നീട് ഫീൽ ഗുഡായിട്ടുള്ള എല്ലാ ടൈപ്പും വായിക്കും. ഒരു വായനയ്ക്ക് ഇങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാനായിട്ടും എല്ലാ ജോണറും ഇഷ്ടമാണ്. ഇപ്പം 3 ബുക്കും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിലാണ്. അപ്പോൾ വായന അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഡിഫറെൻ്റായിട്ട് എഴുതാനും പറ്റത്തുള്ളൂ. എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? ത്രില്ലറിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണം, റൊമാൻറ്റിക് ഫിക്ഷനിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണം, ഫാൻറ്റസിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണം. അപ്പോൾ എല്ലാ ടൈപ്പും വായിക്കും. പിന്നെ ഇംഗ്ലീഷൊന്നും വായിക്കത്തില്ല, കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ ഇതുവരെ ഒരു ഇംഗ്ലീഷ് ബുക്കും വായിച്ചിട്ടില്ല. കാരണം ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. എൻ്റെ കുഴപ്പമാണ് അത് ഇമ്പ്രൂവ് ചെയ്യാത്തത്. ഞാൻ പലപ്പോഴും ഓരോ ഇംഗ്ലീഷ് ബുക്കുകൾ ഭയങ്കര ആർത്തിയോടുകൂടി എടുത്ത് വായിക്കും. ഒരു 3-4 പേജ് കഴിയുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ എത്ര നേരമായി ഡിക്ഷണറി വെച്ചിട്ടിരുന്നിട്ട് വായിക്കുന്നത്. പിന്നെ അതിൻ്റെ എന്തെങ്കിലും തർജ്ജിമ ഉണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കും. അതാണ് എൻ്റെ ഒരു വായന. ബിനീഷേട്ടൻ എങ്ങനെ സ്വന്തം വായനാ ജീവിതത്തിനെ അടയാളപ്പെടുത്തുന്നു? വായന എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വായന തുടങ്ങുന്നത്
അക്കാലത്തിൻ്റെ ഒരു ഒരു ബാലഭൂമി, ബാലമംഗളം ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളിലൂടെ തുടങ്ങുകയും പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ കാലത്തിൽ മാറുന്നതിനനുസരിച്ച് പിന്നെ നമ്മുടെ ഒരു തലം മാറുകയാണ്. എന്നാൽ വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഫിലോസഫിക്കൽ ടെക്സ്റ്റ് വായിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഏറെക്കാലം വായിച്ചുകൊണ്ടിരുന്നത് നിത്യചൈതന്യ യതിയുടെ സമ്പൂർണ്ണ 2 വോളിയുള്ള സമ്പൂർണ്ണ കൃതികളാണ്. അതിലെന്തോ നമുക്കൊരു ആത്മസുഖം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അതോടൊപ്പം നോവലുകൾ വായിക്കുന്നു. ഇപ്പോൾ പുതിയതായി പട്ടുനൂൽ പുഴു എസ് ഹരീഷിൻ്റെ അത് വായിക്കുന്നു. നമ്മളെപ്പോഴും പുതുക്കപ്പെടുന്ന വായനകളെ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന വായനകളോട് എല്ലാ കാലവും നിൽക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, വായന തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത്. ഇപ്പം കോവിഡ് കാലങ്ങളായാലും അതിന് ശേഷമായാലും ഒക്കെ വായനയുള്ളത് കൊണ്ടാണ് ഞാൻ വ്യക്തിപരമായി ഞാനിപ്പോൾ നിലനിൽക്കുന്നത്. വായന കൂടി ജീവിതത്തിൽ ഉള്ളത് കൊണ്ടായിരുന്നു എന്നൊരു ബോധ്യം എനിക്കുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ഥൂല ശരീരം ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് പലതരം വായനകൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്തും, കാരണം ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മുടെ വായനയുടെ അഭിരുചികൾ മാറും. ഇപ്പോൾ ഒരു കാലത്ത് നമ്മുടെ വായനാഭിരുചി അല്ല മറ്റൊരു കാലത്ത് ഉണ്ടാവുക. അത്തരം അഭിരുചികൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വായിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അത്തരം വായനകൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബിനീഷറിനോട് തന്നെയാണ്. സാഹിത്യം എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത്. വളരെ അധികാരരഹിതമായൊരു സ്ഥലമാണ്, വളരെ ഫാഷനബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നൊക്കെ. പക്ഷേ കൃത്യമായിട്ട് ജാതിയും വർഗവും മറ്റു തരത്തിലുള്ള ശ്രേണികളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാലം മലയാളത്തിൻ്റെ സാഹിത്യം ഒരു മേൽജാതി സാഹിത്യമായിട്ട് നിന്നപ്പം, കൃത്യമായിട്ടൊരു ആൺലോകമായിട്ട് നിന്നപ്പം, വർഗപരമായിട്ട് ഉയർന്ന ശബ്ദങ്ങൾ മാത്രം കേട്ട സമയത്ത് അപ്പോഴൊന്നും ഇല്ലാത്ത ആവലാതിയാണ് ചില മനുഷ്യരുടെ ദൃശ്യത, ചില മനുഷ്യരുടെ പുസ്തകങ്ങൾ വായിക്കപ്പെടുമ്പോൾ, വിറ്റഴിക്കപ്പെടുമ്പോൾ, അവർക്ക് വേദികൾ കിട്ടുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്നത്. ഈ പേടിയുടെ കാരണം എന്തുകൊണ്ടാണ് ഈ ആശങ്ക ഉണ്ടാകുന്നത്? സാംസ്കാരിക ലോകം മൊത്തം ആശങ്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ നമ്മളെ പേടിക്കുന്നത്? എന്താണ് അതിൻ്റെ കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, പേടികൾക്ക് ഇപ്പം ജാതിയുടെ മതവും പറയുകയാണെങ്കിൽ എല്ലാ കാലത്തും സാഹിത്യത്തെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ ആകെ നമ്മളെത്ര ഇല്ല എന്ന് പറഞ്ഞാലും ആന്തരികമായി മനുഷ്യരുടെ ഉള്ളിൽ അടിസ്ഥാനപരമായി ജാതിയുടെ ചങ്ങലക്കെട്ടുകൾ എവിടെയൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ മറ്റ് ജീവിതാവസ്ഥകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, കുടുംബത്തിൽ അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പുറമെ പുരോഗമനം പറയുമ്പോൾ പോലും മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ ജാതി, മതം, വർഗം ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും സാഹിത്യത്തിലും ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ പൊയ്കയിൽ അപ്പച്ചനെ നമ്മൾ നോക്കൂ. പൊയ്കയിൽ അപ്പച്ചനെ ഒരു കാലത്ത് നമ്മൾ കവിയായി അംഗീകരിച്ചിട്ടില്ല, അല്ലെ? പാട്ടുകൾ 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 എന്ന് പറഞ്ഞു പോകും. പക്ഷെ ഇന്ന് അത് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് എത്ര ശക്തമായ കവിതകളായിരുന്നു. ആ സാമൂഹികമായ അസമത്വങ്ങളെ മുഴുവൻ അല്ലെ ചെറുത്ത് തോൽപ്പിക്കുന്ന ചില രംഗങ്ങൾ അതിൽ കാണാൻ പറ്റും. അങ്ങനെ പലരുടെയും, പണ്ഡിറ്റ് കറുപ്പൻ്റെതായാലും ശരി, നാരായണഗുരുവിൻ്റെ കൃതികൾ എടുത്തു നോക്കുമ്പോൾ, ഇന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ കാലത്തെ എത്ര ശക്തമായിട്ടുള്ള അടയാളങ്ങളായിരുന്നു അത് ഓരോന്നും നമുക്ക് മനസ്സിലാവുന്ന ഇന്നാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് എഴുതുന്ന ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം, ഭാസൻ. ഇപ്പം വളരെ പ്രാചീനകാലം ഭാസൻ ഒരു കാലത്ത് എഴുതിയ കൃതി ഇന്ന് എടുത്ത് വായിച്ചു നമുക്ക് ഭാസൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായും കൊല്ലപ്പെടുന്ന ഒരാളായിരുന്നു ഭാസൻ. കാരണം ഇത്രയേറെ രാമായണ വിമർശനം നടത്തിയ, മഹാഭാരത വിമർശനം നടത്തിയ കഥാപാത്രങ്ങൾ ഉള്ള, രാമനെ ചോദ്യം ചെയ്യുന്ന, അതിലെ കീഴാള കഥാപാത്രങ്ങൾ വന്ന് ചോദ്യം ചെയ്യുന്ന നാടകങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഏത് കാലത്ത് ഇന്ന് എഴുതപ്പെടുന്ന ഒരു സാധനമല്ലേ? പക്ഷെ ഇന്ന് എഴുതിയാൽ ഭീതിയുള്ളൊരു സാധനമല്ലേ? ഇതാണ് നൂറ്റാണ്ടുകൾ. അപ്പോൾ കാലത്തിനനുസരിച്ച് നമുക്ക് വായിക്കുമ്പോഴാണ് ഇത് ഏതിനോടാണ് സംവദിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ പേടി, എനിക്കൊന്ന് ഈ പുതുകാലത്തിൻ്റെ പേടി, ഇപ്പോൾ എനിക്ക് അഖിലിൻ്റെയൊക്കെ വന്ന ആക്രമണങ്ങൾ നോക്കുമ്പോൾ അത് ഒരു 25-30 പതിപ്പുകൾക്ക് ശേഷം വരുന്നൊരു ഭയമാണ്. ഇത് എങ്ങനെ ഇത് കാരണം മറ്റ് നോവലുകൾ നശിച്ചു പോകുമോ, മറ്റ് വായനകൾ ഇല്ലാതായി പോകുമോ എന്നൊക്കെ ഒരു ഭയത്തിൻ്റെ പുറത്ത് വെറുതെയുള്ള വ്യക്തിഹത്യകളാണ് പലതും. പകലിൻ്റെ എനിക്ക് പലതും വ്യക്തിഹത്യയാണ്. നിമ്നയുടെ വ്യക്തിഹത്യ, ഇപ്പം ഞാൻ നേരിട്ടത് അങ്ങേയറ്റത്തെ വ്യക്തിഹത്യകളാണ്. അപ്പോൾ ഈ വ്യക്തിഹത്യയും വിമർശനവും രണ്ടാണ്. ഒരു വിമർശനത്തിൻ്റെ തലം എന്ന് പറയുന്നത് എഴുത്തുകാരനെ എന്നും നിരന്തരം പുതുക്കുന്ന ഒന്നാണ്. അപ്പോൾ വിമർശനം ആവശ്യമാണ്, പക്ഷെ അത് വ്യക്തിഹത്യയായി വരുന്നത് എപ്പോഴും അവിടെ കോംപ്ലക്സ് പ്രശ്നങ്ങൾ വരാം, മറ്റ് പ്രശ്നം പലതും വരാം. എഴുത്തുകാർ കൂടി അതിൽ ഇടപെടുമ്പോഴാണ് അതൊരു സാഹിത്യം അശ്ലീലമായി മാറിപ്പോകുന്നത് എന്നതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ അതിനെ അവഗണിക്കുക, എഴുത്ത് തുടരുക, വായന തുടരുക എന്നതാണ് ഒരു എഴുത്തുകാരന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പുസ്തകത്തിൽ അധ്യായം സിലബസിൻ്റെ ഭാഗമാവുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ പുസ്തകങ്ങൾ ഇത്രയും പ്രതി വിറ്റഴിക്കപ്പെടുന്നു. അപ്പോഴും ആളുകൾക്ക് ആശങ്കയാണ്.
സ്വന്തം കയ്യിൽ എഴുത്തുകാരൻ, റൈറ്ററിന് പച്ച കുത്തിയ ഒരാൾ കൂടിയാണ് അഖിൽ. അപ്പം എഴുത്തിൻ്റെ മാത്രം പിന്തുണ കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബിനീഷ് ആണെങ്കിൽ അധ്യാപകനാണ്, കോളേജ് അധ്യാപകനാണ്. അപ്പം നമുക്ക് മാതൃകളൊക്കെ ഉണ്ട്, പക്ഷേ പുതിയ കാലത്ത് അങ്ങനെ ഒരു കോൺഫിഡൻസ് പലർക്കും ഉണ്ടാവുന്നില്ല. അഖിൽ നല്ലൊരു മാതൃകയാണ്. അപ്പം എങ്ങനെയാണ് അതിനെ കാണുന്നത്, എഴുത്തുകൊണ്ട് അതിജീവനം അല്ലെങ്കിൽ ഉപജീവനം? ഞാൻ മെക്കാനിക്കലാണ് പഠിച്ചത്. മെക്കാനിക്കൽ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കോളേജിൽ നിന്ന് തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാവിലെ ജോലിക്ക് പോകും. ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അമ്മ ചോറൊക്കെ പൊതിഞ്ഞ് തരും. അതൊക്കെ ആയിട്ട് പോവും. നേരെ പോവും വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു റൂമുണ്ട്. അവിടെ നമ്മുടെ മുഷിഞ്ഞൊരു വസ്ത്രം ഉണ്ടാവും, ആഴ്ചയിൽ ഒരിക്കൽ കഴുകുന്ന. അതെടുത്തിടും. മൊത്തം ഗ്രീസും കരിയോയിലും ഒക്കെ ആയിരിക്കും. എന്നിട്ട് നേരെ വണ്ടിയുടെ അടിയിലോട്ട് കയറും. വണ്ടിയുടെ അടിയിൽ കയറിയിട്ട് സ്പാനറിട്ട് മുറുക്കുമ്പോൾ ചിലപ്പോൾ തെന്നിപ്പോവും. തെന്നിപ്പോകുന്ന സമയത്ത് നമ്മുടെ ഈ കൈ വിരൽമുട്ടിൻ്റെ അവിടെ എപ്പോഴും ഒരു മുറിവ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരാൾക്കുണ്ടാവും. കാരണം അത് നല്ല ടൈറ്റ് ചെയ്തില്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവരുടെ ജീവനാണ് ആപത്ത്. അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് തെന്നിപ്പോകുമ്പോൾ എപ്പോഴും ഈ മുറിവുണ്ട്. ഈ മുറിവ് ഓരോ ദിവസവും ഉണങ്ങില്ല. ഇങ്ങനെ മുറിവ് ഉണങ്ങി വരുമ്പോൾ പിന്നെ തെന്നും. അപ്പോൾ ഈ മുറിവ് എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട ജോലിയല്ല. അങ്ങനെ ഓരോ ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു 9-10, ചിലപ്പോൾ ഇറങ്ങുന്ന സമയമാകുമ്പോൾ ഒരു വണ്ടി വരുമായിരിക്കും. വണ്ടിപ്പണി ചെയ്യും. വണ്ടിപ്പണി ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ 10-11 മണിയാവും. അപ്പോൾ അമ്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ബാക്കി എല്ലാവരും ഉറങ്ങി. ഞാൻ രാവിലെ പോകുമ്പോഴും അമ്മേനെ കാണുന്നു, വൈകുന്നേരം വരുമ്പോഴും അമ്മേനെ കാണുന്നു. വീട്ടിൽ ആരെയുമായിട്ട് സമ്പർക്കവും ഇല്ല. ഇങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊരു ജീവിതം എന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് എഴുത്തെന്ന് പറയുന്ന ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഞാൻ വളരെ യങ്ങായിട്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ ടാറ്റു ചെയ്തതാണ് റൈറ്റർ എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു റൈറ്റർ ആവണമെന്ന്. നമ്മുടെ ലൈഫിൽ 2 മൊമെൻ്റ് ഉണ്ട്. ഒന്ന് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോവുക, ഒന്ന് അതേപടി അങ്ങ് പോവുക, നമ്മൾ പഠിച്ചതിൻ്റെ പിന്നാലെ പോവുക. മെക്കാനിക്കൽ ഒരിക്കലും എൻ്റെ ഓപ്ഷൻ അല്ലായിരുന്നു, വീട്ടിൽ നിന്ന് ഫോഴ്സ് ചെയ്തെടുത്തതാണ്. അങ്ങനെ 1.5 വർഷം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ഞാൻ അച്ഛനോട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ ചെന്നൈക്ക് പോവുക. അച്ഛൻ ചോദിച്ചാൽ എന്താ പരിപാടി, പുതിയ ജോലി കിട്ടിയോ? ഞാൻ പറഞ്ഞല്ല, ഞാൻ സിനിമ പഠിക്കാൻ പോവുക, എനിക്ക് അവിടെ അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ഗൾഫിലേക്ക് പോകാനായിട്ട് പാസ്പോർട്ട് എടുപ്പിച്ച് നിൽക്കുന്ന സമയമാണ്, ഗൾഫിലേക്ക് പോകാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, അവിടെ ഒരു ഗ്ലാസ് ഫാക്ടറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി ചെന്നൈയിൽ പോയി. ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം അവിടെ ജയലളിതയുടെ ഹോട്ടലുണ്ട്. ജയലളിത CM ആയിരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കിയ ഒരു ഹോട്ടൽ, അമ്മ ഉണവകം എന്ന് പറഞ്ഞിട്ട്. അവിടെ 1 രൂപയ്ക്ക് ഇഡലി കിട്ടും. അവിടെ ചെന്നിട്ട് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10 രൂപയ്ക്ക് ഞാൻ അവിടെ ജീവിക്കും. 10 ഇഡലി വാങ്ങി കാസറോളിൽ വെച്ചിട്ട് രാവിലെ 3 എണ്ണം കഴിക്കും, ഉച്ചക്ക് 4 എണ്ണം കഴിക്കും, രാത്രിയും കഴിക്കും. അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട എൻ്റെ സ്വപ്നങ്ങൾ, എനിക്ക് റൈറ്റർ ആവണം എന്നുള്ളൊരു എനിക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ചിലപ്പോഴൊക്കെ വിളിക്കത്തില്ല, അപ്പോൾ സങ്കടം വരും, വീട്ടുകാരെ നമ്മൾ തിരക്കാത്തത് എന്താണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും വർഷത്തെ സ്ട്രഗിളിന് ഒടുവിലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന അഖിൽ P. ധർമ്മജൻ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ എന്ന് പറഞ്ഞ ലേബലിലേക്ക് എത്തിയത്. അതായത് എൻ്റെ കയ്യിൽ ടാറ്റ് ചെയ്ത ആ ലേബലിലേക്ക് എത്താൻ ഇത്രയും വർഷം എടുത്തു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഇവരൊക്കെ ഇപ്പോൾ ക്യാമറ ചെയ്യുന്നില്ലേ, ബർത്ത്ഡേ ഫംഗ്ഷൻസിനൊക്കെ ചെന്നൈയിൽ പോയിട്ട് ഫ്ലാഷ് ലൈറ്റായിട്ട് ഒരാൾ കാണും സൈഡിൽ ലൈറ്റ് പിടിക്കാനായിട്ട്. അത് ഞാനായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ പോവും. പിന്നെ ബലൂണുകൾ വീർപ്പിക്കാനായിട്ട് പോവും ഇവൻസിന്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ റൈറ്റർ എന്ന് പറഞ്ഞ ഒരു ലേബലിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റഡ് ആണ്. എനിക്കിപ്പോൾ ഒരു 10 രൂപ കിട്ടിയാലും ഞാൻ ജീവിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥിതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിൻ്റെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു സത്യം പറയാം, അതാണ് എനിക്ക്. പക്ഷേ ഒരിക്കലും പൈസ എനിക്ക് കൂടുതൽ കിട്ടിയെന്ന് വെച്ചിട്ട് ഒന്നുമില്ല. ഞാനിപ്പോൾ എപ്പോഴും ഒരാൾക്ക് നല്ല കാലം മാത്രം ഉണ്ടായിരിക്കത്തില്ല. അതിപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും. എനിക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ ഞാനിപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റോയൽറ്റി മൊത്തം ചിലവാക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ആ താഴത്ത് നിന്നിട്ട് എനിക്ക് ഇനിയും വരാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ജീവിച്ചു പോവും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. അതാണ്. ഇപ്പോൾ പൈസനെ പറ്റിയൊന്നും പറയുന്നില്ല, വെറുതെ ഇതാക്കുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം മലയാളത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുത്തുകാർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ബിനീഷ് ചേട്ടനൊക്കെ ഡബിൾ ബോണസാണ്. അത് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ബുക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. പൈസ എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് ഏതൊരു വിജയിച്ച എഴുത്തുകാരൻ്റെ പിൻവശം നോക്കിയാലും പരാജയപ്പെട്ട 1000 കാര്യങ്ങളുണ്ടാവും. ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പോയി അഖിലിൻ്റെ ഇപ്പം ഞാൻ പ്രേമനഗരം കൊണ്ട് പൊട്ടിമുളച്ച ആളല്ല. എത്രയോ എൻ്റെ സ്കൂൾ കാലം മുതൽ ഞാൻ അതിനു വേണ്ടി ഉരുകി ഞാൻ 16 പുസ്തകങ്ങൾ ഇതിനു മുമ്പ് എഴുതി. 1-2 വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് പല സ്ഥലത്തും പോയി ഇരുന്ന് റിസർച്ച് ചെയ്ത് എഴുതി പുറത്തിറക്കിയ പുസ്തകങ്ങളുണ്ട്. പക്ഷേ അതാകെ എനിക്ക് തോന്നുന്നു ഞാനൊരു 4 ആളും വായിച്ചിട്ടുണ്ടാവും. വലിയ പബ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇറക്കിയത്. ബട്ട് അതിനുശേഷം കവിതകൾ ഇറക്കി, അതും വളരെ കുറച്ച് ആളുകളെ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നെ ഇപ്പോൾ തിരിച്ചറിയുന്ന പ്രേമനഗരം എഴുതിയ ഒരാൾ
അല്ലെങ്കിൽ മധുരവേട്ട എഴുതിയ ഒരാൾ, അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയ ആ രീതിയിൽ മാത്രമാണ് തിരിച്ചറിയുന്നത്. പക്ഷേ ഇത്രയും വർഷക്കാലം ഞാൻ അധ്വാനിച്ചതൊക്കെ അവിടെ റദ്ദായി. അതുപോലെയാണ് അഖിലും ഇപ്പോൾ പറഞ്ഞ മുഴുവൻ. പിന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യം എടുത്തു നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിശക്തമായി എഴുത്തിൽ നിൽക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് എഴുത്തുകൊണ്ട് തീർച്ചയായും ഈ കാലത്ത് ചെറിയ രീതിയിലല്ല, വളരെ സമ്പന്നമായി തന്നെ, ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ തന്നെ ഉണ്ട്, സമ്പന്നമായി തന്നെ ജീവിച്ചു പോകാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അതിനുള്ള പബ്ലിക്കേഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തരായ പല നോവലിസ്റ്റുകളും അവരുടെ ജോലി 5 വർഷം, ആളെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ ശത്രുവാൻ വയ്യ, 5 വർഷവും 7 വർഷവും ലീവ് എടുത്തുകൊണ്ടാണിപ്പോൾ എഴുത്തിൽ സജീവമായി നിൽക്കുന്നത്. അവരുടെ ജോലിയിൽ ലീവ് എടുത്തുകൊണ്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? എഴുത്തിൽ ലഭിക്കുന്നു, ഇതൊക്കെ കൊണ്ട് തന്നെ. പക്ഷേ എല്ലാവർക്കും അത് ഒരു ദിവസം കൊണ്ട്, അത് ഒരു ദിവസം കൊണ്ട് ഇന്ന് ഞാനൊരു പുസ്തകം എഴുതി നാളെ 5 ലക്ഷം സമ്പാദിച്ച് കളയാന്ന് വരിക, അത് ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. അതിനു വേണ്ടി നിരന്തരമായി ഉരുകുന്ന ഒരാൾക്ക് അതിൽ നിലയുറപ്പിക്കുക ഇന്ന് അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നേരത്തെ ചോദിച്ച ഒരു ചോദ്യം തന്നെ, ഈ പേടി, ആളുകളുടെ വിമർശനങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞു. ഗുണപരമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്, പക്ഷെ നമ്മളെ വ്യക്തി അധിക്ഷേപം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ചില ആളുകളുണ്ട്. അത് മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും സാംസ്കാരികമായിട്ട് സജീവമായിട്ട് നിലനിൽക്കുന്ന ആളുകളിൽ നിന്ന് പോലും ഈ വ്യക്തിഹത്യ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ പേടി, എന്തിനെയാണ് അവർ പേടിക്കുന്നതെന്നാണ് അഖിലിന് തോന്നുന്നത്? ആരെയാണ് അവർ പേടിക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. അത് അറിയത്തൊന്നുമില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആൾക്കാർ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്നു, പിന്നെ അങ്ങ് ഓർമ്മ വയ്ക്കുന്നു, അവർ കാണുന്നവരെയൊക്കെ കുറ്റം പറയും. അതാണ് അവരുടെ ജീവിതം. അവർ എന്ത് ചെയ്താലും വിമർശിക്കുക. അതിപ്പോൾ അവരുടെ സ്വന്തക്കാരോ കൂടപ്പിറപ്പോ സ്വന്തം ഉറ്റ സുഹൃത്തോ ആണെങ്കിലും അവർക്ക് വിമർശിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, പിന്തുണയ്ക്കാൻ അറിയത്തില്ല. അത് ചിലരുടെ ഒരു സ്ഥായി ഭാവമാണ്. അവരങ്ങനെ ജീവിച്ച് അങ്ങനെ മരിക്കും. അവരെവിടെ അടയാളപ്പെടുത്താൻ പോകുന്നില്ല അവരുടെ ജീവിതം. ചുവരിലൊരു ഫോട്ടോയായിട്ട്, അതും 2 തലമുറ കഴിയുമ്പോൾ അതും എവിടെയെങ്കിലും പോകുന്നതാണ്. അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കേണ്ട. അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു പോവുകയാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ അവിടെ കുഴിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞത് ഈ കുഴിയെന്ന് പറഞ്ഞു. ഞാൻ മാറി നടന്നു പോയി. അതുപോലുള്ള കുഴികളായി വരും നമ്മുടെ വഴിയിൽ. നമ്മൾ മാറി നടന്നു പോവുക. ഞാൻ ഇപ്പോൾ ലക്ഷ്യത്തിലെത്തി, ഇവിടെ വരെ എത്തിയില്ലേ, അല്ലെങ്കിൽ ആ കുഴിയിൽ കടന്നു പോകും. അത്രേ ഉള്ളൂ. എഴുത്ത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ചില ആളുകളൊക്കെ ഭയങ്കര ധ്യാനനിരതരായിട്ട് ഇരുന്നുകൊണ്ടാണ് എഴുതുക. ചില ആളുകൾക്ക് വേദനകളാണ്, ജീവിതമാണ് എഴുത്തിൻ്റെ മഷിപ്പാത്രമായിട്ട് മാറുന്നത്. അഖിലാണെങ്കിൽ ചെന്നൈ പോലൊരു സ്ഥലത്തേക്കുള്ള യാത്ര എഴുത്തിൻ്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായിട്ട് മാറുന്നുണ്ട്, ചെന്നൈ എന്ന് പറയുന്ന സ്ഥലം. അപ്പം എങ്ങനെയാണ് എഴുത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രകൾ, അല്ലെങ്കിൽ ധ്യാനനിരതനായിട്ടാണ് എഴുത്ത് വരുന്നത്? പ്രതിഭ കൊണ്ടാണ് എഴുതുന്നത്? എന്താണ്? അങ്ങനൊന്നുമില്ല. എൻ്റെ വീട് ഒരു കുഞ്ഞു വീടായിരുന്നു. അതായത് ഒരു മുറിക്കകത്ത് തന്നെ കട്ടിലും ടി വിയും എല്ലാം ഉണ്ട്. അപ്പോൾ എഴുതുന്ന സമയത്ത് സീരിയൽ വെച്ചിട്ടുണ്ടാവും. സീരിയലിൻ്റെ അകത്ത് ചില ഡയലോഗുകളൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡയലോഗ്സൊക്കെ ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ചുമ്മാ അങ്ങ് നടന്നു പോയാൽ അടിയും പിടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിങ്ങനെ നമ്മൾ കണ്ടിരുന്നു പോവും. എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കാണ് സീരിയലുകൾ. തള്ളിപ്പറയല്ല, റിയലിസ്റ്റിക്കാണ് സംഭവം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന്, അതാണ് സീരിയലുകൾ കൂടുതലായിട്ട് ആൾക്കാർ കാണാനായിട്ടും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടി വിക്കകത്ത് ഈ അടിയും പിടിയൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പം ഞാൻ എന്തെടുത്തു, ഹെഡ്സെറ്റിൻ്റെ അകത്ത് ഉച്ചത്തിൽ പാട്ട് വെക്കും, എന്നിട്ട് എഴുന്നേരുന്നിട്ട്. കാരണം വേറെ മാർഗ്ഗമില്ല, എവിടെയെങ്കിലും പോയിരുന്ന് എഴുതാനായിട്ട് മാർഗ്ഗമില്ല. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വീടാണ്. പിന്നീട് ചേട്ടൻ വീട് വെച്ചു. അപ്പം നമ്മളെല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ എനിക്കൊരു മുറി കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ആ സീരിയലിൻ്റെ സൗണ്ടാണ്. കാരണം എനിക്ക് ശാന്തമായിട്ടുള്ള ഒരു മുറി കിട്ടിയപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി വർഷങ്ങളായിട്ട്. അപ്പം ഞാനിങ്ങനെ ഡോറ് തുറന്നിടും സീരിയലിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്, എന്നിട്ട് പാട്ട് വെക്കും, എന്നിട്ട് എഴുതും. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് എനിക്ക് ചുറ്റുപാടിൽ വന്നിട്ടുള്ളത്. ആ ഒരു ഇതാണ്. പിന്നെ യാത്ര എപ്പോഴും എനിക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും. ഇപ്പം ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ചെന്നൈയിലോട്ട് പഠിക്കുന്ന സമയത്ത് പോകുന്നത്. ഒന്നാമത്തെ കാര്യം പൈസയില്ല, രണ്ടാമത്തെ കാര്യം ഒരുപാട് പേരെ സംസാരിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു 4 പേരിരിക്കുന്ന സീറ്റിൽ 10 പേര് വരെ ഇരിക്കുന്ന ഘട്ടങ്ങളുണ്ട്, മടിയിൽ വരെ ഇരിക്കും. അപ്പം നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ആരോടെങ്കിലും ഒരു ഹായ് പറയും. ആ ഹായ് ചെന്നൈയിലൊരു 14-15 മണിക്കൂർ കൊണ്ട് ചെല്ലുമ്പോൾ നല്ല പരിചയമാവും. അങ്ങനെ പരിചയപ്പെട്ട ഒരുപാട് പേര് ലൈഫിലുണ്ട്. അവരിൽ നിന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ റിയൽ ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത് വന്നിട്ടുള്ളത്. ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കും.
എനിക്കിപ്പോൾ ഈ എഴുത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ വരുമാനവും ഞാൻ കൃത്യമായിട്ട് ചിലവഴിക്കുന്ന എൻ്റെ യാത്രകൾക്ക് വേണ്ടി. ഇപ്പം ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇപ്പോൾ ഇങ്ങ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം പണ്ട് ഒരു സ്ഥലത്ത് പോകാനായിട്ട് സ്കൂളിൽ ടൂർ പോകുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ അച്ഛനോട് ചെന്നിട്ട്, അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അപ്പോൾ അച്ഛനോട് ചെന്നിട്ട് പറയാം, അച്ഛ വണ്ടർലേ ടൂർ പോവാണ് എല്ലാവരും, അന്ന് വീഗാലാൻഡ. അപ്പോൾ അച്ഛൻ പറയും എത്ര രൂപ? അപ്പോൾ ഈ 550 പറയും, പോകേണ്ട മോനെ എന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ സ്ട്രഗിൾ അറിയുന്നതുകൊണ്ട് നമ്മളും പോകത്തില്ല. അപ്പോൾ ജയകത്ത് അവളെ വിടാത്തതാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പോകാത്ത സ്ഥലങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്തിരുന്നിട്ട് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചേച്ചി പഠിച്ചത് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ എനിക്കത് പറച്ചിൽ കേട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കുറച്ച് ദിവസം അങ്ങനെ ആയിരുന്നു, അവിടെ എല്ലാം പോയി കാണുന്നു. അപ്പോൾ എൻ്റെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ എല്ലാം പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല, ഒരാളുടെ സഹായത്തോടു കൂടി എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ കാലുകൾ നടന്ന് ഇന്നടുത്ത് എത്തുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉള്ളപ്പോൾ എല്ലായിടത്തും പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ബിനീഷേട്ടൻ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു? എഴുത്ത് എനിക്കും തോന്നിയിട്ടുള്ളതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ഏകാന്ത സ്ഥലത്ത് പോയി ഇരുന്നാൽ എനിക്ക് എഴുത്ത് എപ്പോഴും ആളുകളും ബഹളങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് എഴുതാനാണ് ഇഷ്ടം. അങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ എഴുത്ത് എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മുടെ ഒരു ശരീരം, ശാരീരിക അസ്വാസ്ഥ്യങ്ങളില്ലെങ്കിൽ ഏറ്റവും നല്ലത് എഴുതാൻ. ഇപ്പോൾ മുഹമ്മദ് അബ്ബാസ് ആണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ എഴുതി തോന്നുന്നു, നമുക്കൊരു പല്ല് വേദന ഉണ്ടായാൽ പിന്നെ എന്ത് സാഹിത്യം എന്നതേ എഴുതുന്നുണ്ട്. അത് സത്യമാണ്. നമുക്കെപ്പോഴും അതെല്ലാം ബാക്കിയെല്ലാം നമുക്ക് സെക്കൻഡറി ആണ്. ആദ്യം നമ്മുടെ ശരീരവും മനസ്സും സ്വസ്ഥമാവും എന്നാണല്ലോ പ്രധാനം. അങ്ങനെ സ്വസ്ഥത ഉള്ള സമയത്ത് സ്വാഭാവികമായും അസുഖങ്ങൾ നമ്മൾ വേട്ടയാടാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ബഹളങ്ങളിൽ നിന്നോ ഒക്കെ എഴുതാൻ പറ്റും. ഈ യാത്രകൾ എപ്പോഴും സന്തോഷം നമ്മളെ പുതുക്കുന്ന ഒന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓരോ യാത്രയും നമ്മളെ പുതുക്കി മനുഷ്യനാക്കി തീർക്കുന്നുള്ളതാണ്. എന്തൊക്കെയോ നമുക്കില്ലാത്ത സ്നേഹങ്ങളൊക്കെ ഉള്ളിൽ, ചിലപ്പം ഈ ലോകത്തോട് മൊത്തത്തിലൊക്കെ സ്നേഹം തോന്നും നമ്മളെ യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അത്തരം പുതുക്കലുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പം നമ്മളത് കുറിച്ച് വെക്കും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അത് എഴുത്തിനുള്ളൊരു ഊർജ്ജമായി മാറാറുണ്ട്. ഇപ്പം MT വാസുദേവൻ നായർ അല്ലെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസം പോലൊരു ക്ലാസിക്, ഇതൊന്നും ഒറ്റയ്ക്ക് ഉണ്ടാവുന്നതല്ല. ഒരു കാലമാണ് എഴുത്തുകാരനാണെങ്കിലും ഒരു പാഠത്തിനാണെങ്കിലും ക്ലാസിക് അല്ലെങ്കിൽ ഒരു അധികായ രൂപമായിട്ടൊക്കെ ഉയർത്തുന്നത്. അപ്പം അഖിലിൻ്റെ പുസ്തകമാണെങ്കിലും കോവിഡിന് ശേഷം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വായിക്കപ്പെടുന്ന പുസ്തകങ്ങളാണെങ്കിലും കോവിഡ് സൃഷ്ടിച്ച ഒരുപാട് സ്വാധീനങ്ങൾ അതിനകത്തുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം റാം കെയർ ഓഫ് ആനന്ദി ഇറങ്ങുന്നത് വളരെ മുന്നേ തന്നെയാണ്, പക്ഷെ അത് ഈ മട്ടിലേക്ക് അതിൻ്റെ കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് കോവിഡിന് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ കാലം എഴുത്തിനെ വലിയതുപോലെ സ്വാധീനിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കൽ ബുക്കില്ലേ ഇപ്പോൾ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്, അദ്ദേഹം ജീവനോടെ ഇല്ല അതറിയാനായിട്ട് അല്ലേ. അത് ഇറങ്ങിയ സമയത്ത് സത്യത്തിൽ കുറച്ച് പോയിട്ട് വല്ലപ്പോഴും മാത്രം വിറ്റഴിയുന്നൊരു ബുക്കായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ ബുക്ക് ഇങ്ങനെ ആഘോഷിക്കപ്പെടുമോ എന്ന്. എല്ലാ റൈറ്ററിൻ്റെ ആഗ്രഹം തന്നെയാണ് ബെസ്റ്റ് സെല്ലർ ആവണമെന്ന്, ഇല്ലേ. ആർക്കും ആഗ്രഹമില്ലാതൊന്നുമല്ല. എല്ലാവർക്കും കവിത എഴുതുന്നവരാണെങ്കിലും കഥ എഴുതുന്നവരാണെങ്കിലും വിചാരിക്കുക എൻ്റെ ബുക്ക് എപ്പോഴും ചെല്ലുന്ന സമയത്ത് റാക്കിലിരിക്കണം, ആൾക്കാർ അതിനെ ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇത് പ്രഡിക്റ്റബിൾ അല്ലായിരുന്നു ഒരിക്കലും റാം കെയർ ഓഫ് ആനന്ദി. ഇത് ഇറങ്ങിയ സമയം കോവിഡ് സമയമാണ്. ഇറങ്ങി ഫസ്റ്റ് എഡിഷൻ എങ്ങനെയോ പോയി, രണ്ടാമത്തെ എഡിഷൻ ആയപ്പോൾ കടകളെല്ലാം അടച്ചപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം ബുക്ക് ആവശ്യത്തിന് ആൾക്കാർ ഉണ്ട്, പക്ഷേ കൊടുക്കാനായിട്ട് മാർഗ്ഗമില്ല. പലരും ഷെയർ ചെയ്തൊക്കെയാണ് വായിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു കഴിഞ്ഞു, ഈ ബുക്കിൻ്റെ ഫ്യൂച്ചർ ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് ഒരു വർഷം ഒക്കെ കഴിഞ്ഞപ്പോൾ പയ്യെ റിവ്യൂസ് വരാൻ തുടങ്ങി. അങ്ങനെ 16 എഡിഷൻ വരെ പോയി. പിന്നെ ഈ കഴിഞ്ഞ ജനുവരിയിൽ KLF പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ KLF എന്നെ DC രവി സാർ വിളിച്ചു KLF പങ്കെടുക്കണമെന്ന്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് പേടിയാണ് ഇങ്ങനെ പോയി ഇരുന്ന് സംസാരിക്കാനൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് പേടിയാണ്, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച മുന്നേ ആണ് സാർ അത് കൺഫേം ചെയ്യുന്നത്, ടിക്കറ്റൊക്കെ എടുത്തത്. സാർ പറഞ്ഞു വാ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഒരു 10-15 പേരെങ്കിലും ഇല്ലെങ്കിൽ നാണക്കേടാവും, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആരും കേൾക്കാനില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് റഹീം സാറിൻ്റെ ടോക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ നിറയെ ആളാണ്. അപ്പം ഞാനിങ്ങനെ പുറകെ വന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഈ ടോക്ക് കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് പോവും, എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ഞാൻ വേദിയിൽ വന്നിരുന്നപ്പോൾ ഇവരാരും പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മോഡറേറ്റർ വന്നിട്ട് പറഞ്ഞാൽ, എടാ നിന്നെ കേൾക്കാൻ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പേടിയായി. ഇത്രയും ആൾക്കാരെ സത്യം പറഞ്ഞാൽ നോക്കി സംസാരിക്കണ്ടേ ഇവരെയൊക്കെ.
നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, ഞങ്ങളിവിടുന്ന് സംസാരിക്കുമല്ലോ, നിങ്ങൾ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കും, ചിലർ സീരിയസ് ആയിട്ടിരിക്കും. അപ്പോൾ ആലോചിക്കും, അയ്യോ ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവൻ ആരടാന്നുള്ള രീതിയിലാണ് നോക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുക, എന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ എങ്ങനെയോ ടോക്ക് കഴിഞ്ഞു, അരമണിക്കൂർ എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വന്ന് അവിടെ ഇരിക്കുക. അപ്പോൾ കൊണ്ടുവന്ന് ഒരു 10 ബുക്ക് വെച്ചു. 10 ബുക്ക് വെച്ച് പയ്യെ സൈൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കാണുന്നില്ല ഒന്നും. പിന്നെ ബുക്ക് കൂടി വരുന്നുണ്ട്. ഞാൻ സൈനിട്ട് എൻ്റെ കൈ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം എടുത്തപ്പോൾ ഒരു റീല് കണ്ടു. അതായത് ആ വെയിലത്ത് എൻ്റെ സൈൻ കിട്ടാൻ വേണ്ടി വളഞ്ഞ് നീളത്തിൽ ഇങ്ങനെ ക്യൂ പോവുക. ഞാൻ കണ്ടപ്പോൾ ഞാൻ സത്യം പറയാം, മുറി അടച്ചിരുന്ന് കരഞ്ഞു, ഒരുപാട് നേരം കരഞ്ഞു. ആ വീഡിയോ കാണുമ്പോൾ ഇപ്പം കണ്ടാലും എനിക്ക് കരച്ചില്ല. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ മുന്നിൽ സൈൻ മേടിക്കുക, എൻ്റെ ഒപ്പിന് ഇത്ര വാല്യൂ കാണുന്ന ഇത്രയും വായനക്കാരുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ഒരൊറ്റ വീഡിയോ കാരണമാണ് ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ കമൻറ്റ് ഇട്ടു, ഇവൻ ആരാണ്, ഇത് ഏതാണ് ഈ ബുക്ക്. അപ്പോൾ അതിന് കമൻറ്റ്സ് റിപ്ലൈ വന്നു, ഇത് റാം കെയർ ഓഫ് ആനന്ദി ഞാൻ വായിച്ചിട്ടുണ്ട്, നല്ല ബുക്കാണ്. ചിലർ പറഞ്ഞു മോശമാണെന്ന് പറഞ്ഞു. പക്ഷെ കുറേ ആൾക്കാർ ആ വീഡിയോ കണ്ട്, എനിക്ക് തോന്നുന്നു അതിന് അപ്പം തന്നെ 1,00,000 മുകളിൽ വ്യൂസ് വന്നു. അങ്ങനെയാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം റീലോട് കൂടിയാണ് ഞാൻ വൈറലാവുന്നത്. അതിനുശേഷം 16-ൽ നിന്നിട്ട് ഓരോ ദിവസം DC വിളിച്ച് പറഞ്ഞു ഒരു ദിവസം 2 എഡിഷനൊക്കെ പ്രിൻ്റ് പോവുകയാണ്. പിന്നെ എനിക്ക് ഒരു ദിവസം ഒരു ഫോട്ടോ അയച്ചു തന്നു, വലിയൊരു കണ്ടെയ്നർ ലോറിക്കകത്ത് നിറയെ ബുക്കായിട്ട് പോവുക. അപ്പോൾ അവർ പറയാം, എടാ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ബുക്ക് കൊണ്ടുനടന്ന് വിട്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇതെന്നൊക്കെ പറയുന്നത് പിച്ചി നോക്കിയിട്ട് നമുക്ക് നുള്ളി നോക്കിയിട്ട് നമുക്ക് സ്വപ്നമല്ല എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം. ഇപ്പോഴും അത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരു ലക്കാണ്. എനിക്ക് ഇനി ഒരു ബുക്കിന് ഇത് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാനത് നന്നായിട്ട് ആസ്വദിച്ചു. അത്രയേ ഉള്ളൂ. ബിനീഷേട്ടൻ്റെ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ പുതിയ തലമുറയുടെ വായന, എഴുത്ത്, ഇതിനൊക്കെ കോവിഡ് കാലം സ്വാധീനിക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു കാലത്ത് ക്യാമ്പസുകളാണ് ഏറ്റവും പഴികേട്ടത്. കാരണം ന്യൂജൻ ഒന്നും ചെയ്യുന്നില്ല, വായിക്കുന്നില്ല, എഴുതുന്നില്ല, ഒരു കാര്യമില്ല അവരെ കൊണ്ട്. പക്ഷേ കോവിഡിന് അനന്തരം ഒരുപാട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രണയദിനമാണ്. പ്രണയദിനം സാധാരണ ക്യാമ്പസുകളിൽ ആഘോഷിക്കാറുള്ളത് പൂകൾ കൊടുത്തോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഒക്കെയാണ് സാധാരണ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പ്രണയദിനത്തിന് കേരളത്തിലെ ഭൂരിപക്ഷം കോളേജുകളിലും പുസ്തകം കൈമാറിക്കൊണ്ടാണ് ആഘോഷിച്ചത്. അപ്പോൾ പൂവിന് പകരം അല്ലെങ്കിൽ ചുംബനങ്ങൾക്ക് പകരം പുസ്തകം എന്ന് പറയുന്ന മനോഹരമായ ആശയം ലോകത്ത് സംഭാവന ചെയ്യുക എന്ന് പറയുന്നത് അത് കാലത്തിൻ്റെ സംഭാവന കൂടിയാണ്. ഇതിന് മാത്രമല്ല, ക്യാമ്പസിലെ മറ്റ് പരിപാടികൾ, ഒരു ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് പുസ്തകം അങ്ങനെ എല്ലാ തരത്തിലും വായനാ മൂലകൾ ഉണ്ടാകുന്നു, പുസ്തകങ്ങളുടെ ചർച്ചകൾ നടക്കുന്നു. എനിക്കൊന്ന് അഖിലിനെ പോലുള്ള ആളുകൾ എത്ര ക്യാമ്പസുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമ്പസുകൾ തന്നെ വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശകരമായ ഒരു മുന്നേറ്റങ്ങൾ ക്യാമ്പസുകൾക്കുള്ളിൽ ഈ കാലത്ത് നടക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം തരുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം എഴുത്തുകാരെ മാറുന്നു. അതാണ് മറ്റൊന്ന്. ഇപ്പോൾ അംബിക സുധമ്മങ്ങാട് മാഷ് ഇന്നലെ ഉണ്ടായിരുന്നു. സാറ് കോളേജിൽ നിന്നും നോവലിസ്റ്റുകളെ ഒരുപാട് പേർ ചേർന്ന്, കുട്ടികൾ ചേർന്ന് നോവലുകൾ എഴുതുന്നു. ഇപ്പോൾ ബെന്യാമിൻ ചേട്ടൻ കോവിഡ് കാലത്ത് പുഴമീനുകളെ കൊല്ലുന്ന വിധം എന്ന് പറഞ്ഞ് വായനക്കാർ പൂർത്തീകരിക്കുന്ന നോവൽ ഒരുപാട് വായനക്കാർ വന്ന് അങ്ങനെയൊക്കെ നമുക്ക് ഒരു കാലത്ത് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ വലിയ എഴുത്തുകാർ വലിയ ലബ്ധപ്രതിഷ്ഠ നേടിയ എഴുത്തുകാർ തുടങ്ങി വെച്ചൊരു നോവൽ പൂർത്തീകരിക്കാനുള്ള അവകാശവും അധികാരമൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം സാധ്യമാകുന്നു എന്നുള്ളത് വായനയുടെ, എഴുത്തിൻ്റെയും ക്യാമ്പസുകളുടെ ഒക്കെ സ്വാധീനവും ഒക്കെ അതിനുണ്ട് എന്നുള്ളതാണ്. ഞാനും അഖിലും മുന്നേ ഒരു സെഷനിൽ പങ്കെടുത്തിരുന്നു വേറൊരു കോളേജിൻ്റെ പരിപാടിയിൽ. അപ്പം അഖിൽ പറയുണ്ടായി, അഖിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നും പറയുന്ന ഒരാളല്ല, എഴുത്തിലാണെങ്കിലും അങ്ങനെ രാഷ്ട്രീയം ഒന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, വെള്ളം കുടിക്കേണ്ട, രാഷ്ട്രീയം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പം എത്രയൊക്കെ പറയുകയാണെങ്കിലും ഇപ്പം റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ആ നോവലാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പിന്നാക്കവൽക്കരിക്കപ്പെട്ടൊരു സമൂഹത്തിൻ്റെ പ്രതിനിധാനം അതിൽ കടന്നു വരുന്നുണ്ട്. മല്ലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിൽ വലിയ തോതിൽ കേന്ദ്രമായിട്ട്, ആ നോവലിൻ്റെ കേന്ദ്രമായിട്ട് മാറുന്നുണ്ട്. ബാക്കി കഥാപാത്രങ്ങളെക്കാട്ടും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥാപാത്രമായിട്ട് പോലും മല്ലി മാറുന്നുണ്ട്. അപ്പം അത് ഒരു രാഷ്ട്രീയമാണ്. അപ്പം രാഷ്ട്രീയമില്ല എന്ന് പറയുകയും, ഇതുകൂടിയാണല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിന് പുറത്തൊരു എഴുത്തും ജീവിതമൊക്കെ സാധ്യമാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് LDF, UDF, BJP, മറ്റേ കുറച്ച് പാർട്ടീസ് ഉണ്ടല്ലോ, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ആദ്യമായിട്ട് അന്ന് ഒരു ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുത്തായിരുന്നു കൊല്ലത്ത് വെച്ച്.
അപ്പോഴാണ് ആദ്യം രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഏത് പാർട്ടിയാണെന്ന് ചോദിക്കാൻ വരികയെന്ന്. പിന്നെ മനസ്സിലായി ഞാൻ എഴുതിയ മല്ലി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ രാഷ്ട്രീയം എന്ന് മനസ്സിലായി. ഓക്കെ, അത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും ഇന്ന സംഭവങ്ങൾ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതല്ല. പക്ഷേ അത്രയും ചർച്ച ചെയ്യപ്പെടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു മല്ലീനെ എഴുതുമ്പോൾ. മല്ലി മാത്രമല്ല, അതിൻ്റെ അകത്ത് കുറേ വായിക്കാത്തവർ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആനന്ദിക്കും കൃത്യമായ, ആദ്യം പറയുന്ന രീതിയിലാണ്, ആനന്ദിക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട്, പാർട്ടിക്കും രാഷ്ട്രീയമുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റിയൽ ലൈഫിൽ നിന്നുള്ള രാഷ്ട്രീയങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ബാക്കി ഒരു പാർട്ടിയിൽ എനിക്ക് മെമ്പർഷിപ്പൊന്നുമില്ല. എനിക്കിപ്പോൾ ഈ വരുന്ന ആഴ്ച നമ്മുടെ DYFIയുടെ പരിപാടിയുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ KSUവിൻ്റെ പരിപാടിയുണ്ട്, അതുപോലെ തന്നെ എല്ലാ പാർട്ടികളുടെ പരിപാടിക്കും ഞാൻ പോവും. അപ്പം അങ്ങനെ ഒരു എന്താണെന്ന് പറയട്ടെ, നമ്മളൊരു പാർട്ടിയിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയിലുള്ള ആൾക്കാർ ചില മോശം ചെയ്യുന്ന സമയത്ത് നമ്മൾ വാ മൂടി കെട്ടേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ചെയ്യുന്ന സമയത്ത് പക്ഷേ എൻ്റെ കൂട്ടുകാരനാണെങ്കിലും തെറ്റ് ചെയ്ത് ഞാൻ തെറ്റെന്ന് വിളിച്ചു പറയും. അത് ഞാനിപ്പോൾ ഒരു പാർട്ടിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറയുന്ന സമയത്ത് ശത്രുക്കളുണ്ടാവും. പിന്നെ അതുമല്ല, നമ്മളെ നോക്കിയിരിക്കുന്ന അടുത്ത ടീമുണ്ടാവും, നീങ്ങി വാ നമ്മളുണ്ട് കൂടെ എന്നും പറഞ്ഞാൽ അവർ വരും. ഇതിപ്പം നമ്മൾ ആരുടെയും പങ്ക് പറ്റുന്നില്ല, നമ്മൾ ഒറ്റയായിട്ട് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പ്രളയ സമയത്ത് ഒരുപാട് ഇതിൽ രക്ഷാപ്രവർത്തനം, ആലപ്പുഴ നന്നായിട്ട് എഫക്റ്റ് ചെയ്തൊരു ഏരിയ ആണ്. അപ്പോൾ കുറേ പശുക്കൾ റോഡിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ അതുങ്ങൾക്ക് ഫുഡില്ല, എല്ലാം വെള്ളം കയറി കിടക്കുമല്ലേ, പുല്ല് പോലും ഇല്ല. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വന്നു, കുറച്ച് എന്തെങ്കിലും കന്നുകാലി തീറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരണമെന്ന്. അതിന് കമൻറ്റ് വന്നേ, നീ ആരടാ BJP-കാരനാണോ സംഖ്യയാണെന്നൊക്കെ പറഞ്ഞിട്ട്, പശുവിനോട് എന്താ ഇത്ര സ്നേഹം, ഇത്ര മനുഷ്യർ ഇവിടെ കിടക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആലോചിച്ചു എന്തും മനുഷ്യരാണെന്ന് ആലോചിച്ച്. ഇതുപോലെ തന്നെ ഞാൻ മറ്റേ കർഷക സമരത്തിന് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഈ പറയുന്ന എന്നെ സംഗീ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് എന്നെ തെറി വിളിച്ചു, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ മനുഷ്യരങ്ങനെയാണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഒരു പാർട്ടിയില്ലാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. ബിനീഷേട്ടൻ എങ്ങനെ നോക്കി കാണുന്നു എഴുത്തിൻ്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച്? എനിക്ക് തോന്നുന്നത് എല്ലാ എഴുത്തുകാർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ എല്ലാ എഴുത്തുകാരും രാഷ്ട്രീയ പ്രവർത്തകരാകണമെന്നില്ല. ഇപ്പോൾ എന്നെ വ്യക്തിപരമായി എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായി ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട്. പക്ഷേ എഴുത്തിൻ്റെ സമയത്ത് നമ്മുടെ എല്ലാ രാഷ്ട്രീയ വശങ്ങളെയും പുറന്തള്ളാനുള്ള ഒന്നല്ല എഴുത്തുകാർ എപ്പോഴും ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടി നടത്തേണ്ട ആളുകളാണ്. അതുവരെ എന്നാൽ അവരുടെ രാഷ്ട്രീയത്തെ അത്തരം കാര്യങ്ങളിലേക്ക് ചേർത്ത് വെക്കണം. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്ന് പറയുന്നിടത്ത് നിൽക്കുന്ന ആളാകരുത് ഒരു എഴുത്തുകാരന് എഴുത്തുകാരൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എഴുത്തുകാരൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സമ്പൂർണ്ണമായ അടിയറവ് വെച്ച് പോകുന്ന ഒന്നായി മാറരുത്. കൃത്യമായ രാഷ്ട്രീയം പറയുമ്പോൾ പോലും ആ രാഷ്ട്രീയത്തിൽ കൃത്യമായൊരു സാംസ്കാരിക മൂല്യവും മാനവികതയും മനുഷ്യത്വവും ഇതെല്ലാം കൃത്യമായ മനുഷ്യത്വമുള്ള ആളായിരിക്കണം എഴുത്തുകാരൻ. അതുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായ മാനവിക വിരുദ്ധമായ ഏത് പ്രവർത്തനത്തെയും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശക്തി എഴുത്തുകാരന് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അടിയറവ് വെച്ച് പോകരുത്, രാഷ്ട്രീയം ഉണ്ടായിരിക്കെ തന്നെ പ്രസ്ഥാനത്തിനോ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ വേണ്ടി അടിയറവ് വെച്ച് പോകുന്ന ഒന്നായിരിക്കരുത്. നമ്മുടെ രാഷ്ട്രീയം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എഴുത്തുകാരൻ സ്വയം. ഇപ്പോൾ പുനത്തിൽ നിന്നൊക്കെ നോക്കൂ, അല്ലേ? എന്തും അവസാനം സമൂഹം അനുവദിച്ചു കൊടുത്ത ഒന്നായി മാറി, സമൂഹം അനുവദിച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പലരും, ഇപ്പോൾ ബഹുമാനപ്പെട്ട MT സാർ മരിച്ചുപോയല്ലേ, അദ്ദേഹം ഒക്കെ നിലപാട് കൃത്യമായി പറഞ്ഞ ആളുകളല്ലേ പല കാര്യങ്ങളിലും. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് എഴുത്തുകൾ സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എത്ര രാഷ്ട്രീയം എൻ്റെ എഴുത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതൊക്കെയോ രാഷ്ട്രീയ ആശയങ്ങൾ നമ്മുടെ എഴുത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. എനിക്കൊന്ന് ഓഡിയൻസിൻ്റെ നിന്ന് കുറച്ച് ചോദ്യം എടുക്കാം. ഹായ് ആദി, മൂന്നുപേർക്കും നമസ്കാരം. എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ ഈ കക്ഷി രാഷ്ട്രീയം എന്ന നിലയല്ല അതിനെ കാണേണ്ടതെന്നുള്ളത് ഇതിൻ്റെ അവസാനമായി ഞാൻ വന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ലാസ്റ്റിലൊരു ഡിസ്കഷൻ അതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഏത് പാർട്ടി ഏത് കൊടി എന്നല്ല, നിലപാടാണ് അതിൽ വളരെ പ്രധാനം. നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നുള്ളൂ. ഇന്ത്യ മഹാരാജ്യത്തിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുമാത്രമല്ല, ലോകത്തെവിടെയും മുറിവേൽക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്നൊരു മനസ്സുണ്ടാവുക എന്നുള്ള എഴുത്തുകാരനെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ടത് അത് തന്നെയായിരിക്കണം എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്.
ഒരേ സമയം വേട്ടക്കാരനായിരിക്കും, ഒരേ സമയം ഇരയായിരിക്കുകയും ചെയ്യുന്നൊരു മനോഭാവമല്ല. 100% ഇരയുടെ പക്ഷത്ത് നിൽക്കുന്നൊരു കാലം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാത്തരം എഴുത്തുകളും ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. പ്രേമനഗരമാണെങ്കിലും റാം കെയർ ഓഫ് ആനന്ദി ആണെങ്കിലും എന്താണെങ്കിലും ആദിയുടെ കവിതകളും എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പം നിലപാടുകൾ ആ രീതിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പുതിയ കാലത്ത്, ഇൻസ്റ്റഗ്രാം കാലത്ത് എഴുതുന്ന എഴുത്തുകാരിലും ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് പുതുതലമുറയോട് നിങ്ങളുടെ എഴുത്തുകളിലൂടെ പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. ഞാൻ റാം കെയർ ഓഫ് ആനന്ദിയെ കുറിച്ചാണ് പറയുന്നത്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ മോളും ഒരേ ഇഷ്ടത്തോടെ എത്രയും വേഗം വായിച്ചു നിർത്തിയൊരു പുസ്തകമാണ്. അവൾക്ക് ഇന്നത്തെ സെഷനുകളിലൊന്നും വരണ്ട, അഖിൽ പി ധർമ്മജൻ വരുന്ന സെഷനിലേക്കാണ് അവൾ വരുന്നത് പറഞ്ഞ് എത്താൻ വൈകിട്ടുണ്ട്. അപ്പം 3 തലമുറേനെയും ഇരുത്തി വായിപ്പിച്ച ഒരു പുസ്തകമാണ് അഖിലിൻ്റെത്. അത് വായിച്ച ആ എഴുത്തുകാരൻ്റെ നേരിൽ കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. പിന്നെ ഈ എഴുതിയ സമയത്ത് അനുഭവങ്ങളിലൂടെയാണ് എഴുത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മല്ലിയെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ലേ? അതാണ് എൻ്റെ ചോദ്യം. മല്ലിയെ ടിസ്റ്റായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ അവിടെ ചെന്നൈയിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് കുറേ ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അതിൽ മല്ലിയെ പോലെ ഒരാളുണ്ടായിരുന്നു. അവിടെ ഉള്ള സമയത്ത് തന്നെ ഗിണ്ടി റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു ട്രാൻസ്ജെൻഡറിനെ ആരോ രാത്രി പിടിച്ചിട്ട് പോയിട്ട് കൊണ്ടുവന്ന് കത്തിച്ച് കൊണ്ടുവന്നായിട്ടത് ശരീരം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമെന്ന് പറയാനിട്ട്, ചെന്നൈയിൽ നിന്ന് പറയുന്ന ഒരു വേസ്റ്റ് കൂമ്പാരം കണക്കാണ്, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ആൾക്കാരൊക്കെ വന്നടിയുന്ന ഒരു തീരം പോലാണ് ചെന്നൈ. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും ഒന്നും നോക്കാനില്ല, അതായത് ആരും അന്വേഷിക്കാനില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള പേരല്ല ഇവിടെ ഉള്ളത്, ഞങ്ങൾക്കൊരു ID പ്രൂഫ് ഇല്ല. ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ശരീരം മറവ് ചെയ്യാൻ പോലും തരില്ല. അങ്ങനെയുള്ള ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. എനിക്ക് വേണമെങ്കിൽ മല്ലീനെ ഒരു നർത്തകിയായിട്ട് മാറ്റി ഒരു ഭയങ്കര ഒരു സംഭവമാക്കാം. പക്ഷേ ചെന്നൈയിൽ എന്താണ് നടക്കുന്നതെന്ന് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. എൻ്റെ ഭയങ്കര ആഗ്രഹം ഇത് തമിഴിലും കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നാണ്. കാരണം അവിടെ ഞാനിങ്ങനെ ഗിണ്ടിയിൽ നിന്ന് നുങ്കമ്പാക്കമാണ് എൻ്റെ കോളേജ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഷട്ടിൽ ട്രെയിനാണ്, പിള്ളേർ മെറ്റൽ പെറുക്കി വെക്കും, സ്കൂൾ കുട്ടികൾ. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുമ്പോൾ എറിയുവർ, എന്നിട്ട് തിരിഞ്ഞു നിൽക്കും. അതായത് അവർക്കൊരു വിനോദമാണ്. ഒരു മനുഷ്യൻ്റെ തലക്കെട്ടൊക്കെ എറിയുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണത്തില്ല. അപ്പോൾ കുട്ടികളിൽ പോലും ഉള്ളൊരു ചിന്തയെന്ന് പറയുന്നത് ഇവരെ എറിയാനുള്ള, അതായത് പട്ടികളെ പോലെ, തെരുവ് പട്ടികളെ പോലെ എറിയാനുള്ള മനുഷ്യരാണ് ഇവരെന്ന് അവരുടെ മാതാപിതാക്കൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇത് തമിഴിൽ വന്നു കഴിയുമ്പോൾ ഒരാൾ അവരെ നേരെ കല്ലെറിയരുത്, ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കണം എന്ന്. അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്ന് വരുന്ന സമയത്ത് വേറൊരു ഇൻസിഡൻ്റ് കൂടെ ഉണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ വരികയാണ്, അവർ വന്നിട്ട് നിർബന്ധപൂർവ്വം പൈസ വാങ്ങുകയാണ്. ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഒരു ട്രാൻസ്ജെൻഡർ അല്ല, ഒരു ആണ് ചുരിദാറും ഇട്ടിട്ട് വരികയാണ്. അതായത് അവർക്കറിയാം സാധാരണ ഒരാൾ ചെന്ന് ഭിക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കത്തില്ല, നേരെ മറിച്ച് അവർ അതിൻ്റെ അകത്ത് അത് കണ്ടെത്തിയിരിക്കുക. ഒരു ചുരിദാറും ഇട്ട് പോയി കഴിഞ്ഞാൽ അവനെ അടിക്കാം, അവൻ്റെ നിന്ന് പൈസ മേടിക്കാം. പക്ഷേ ഈ കുറ്റമല്ല ആരുടെ തലയിലാണ് വരുന്നത്? റിയലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുടെ തലയിൽ. അപ്പം മനുഷ്യർ കാണുന്നത് ഇവരെല്ലാം ഇങ്ങനെ ആക്രമിക്കുന്ന ആൾക്കാരാണെന്നാണ്. അങ്ങനെയല്ല, ഈ വരുന്ന ആൾക്കാർ കള്ളന്മാരാണ്. പക്ഷേ ഈ തിരിച്ചറിയാനുള്ള പാടാണ് പ്രശ്നം. അതിനും എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ബുക്കിലൂടെ ഒരാളെങ്കിലും അതിൽ നിന്ന് പിന്മാറണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു. എൻ്റെ പേര് ഫാദർ ബെന്നി ജോർജ്. ഞാൻ ഈ സ്കൂളിൽ തന്നെ മലയാളം പഠിപ്പിക്കുന്നു. എൻ്റെ സ്റ്റുഡൻറ്റ് MBBS പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ആളാണ് ഇവിടെ തൊട്ടടുത്തിരിക്കുന്നത്. ഞങ്ങൾ സാറിനെ അഖിലിനെ കാണാൻ വേണ്ടി നിർബന്ധിച്ച് ഞങ്ങളിവിടെ എത്തിയതാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആദ്യം 3 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം ബിനീഷിനോടാണ്. മധുരവേട്ട എന്ന് പറയുന്ന നോവല്, അതിൻ്റെ അകത്ത് ഒരു 5 സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവരുടെ സ്വത്വബോധത്തെക്കുറിച്ചാണ്. അത് ഭാവനയാണോ അതെയോ അനുഭവമാണോ അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ആദിയോടാണ്. നമ്മൾ പെണ്ണമ്മയെക്കുറിച്ചാണ് നമ്മൾ ആകുലപ്പെടുന്നത് എല്ലായിടത്തും. അവൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, പ്രതിരോധം,
അവളുടെ ഉയർച്ചകൾ താഴ്ചകളൊക്കെ. അപ്പോൾ ആ ഒരു ഇടത്തിലേക്കാണ് പെണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു കവിത വരുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ബോധമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ, ഞാൻ +2 അധ്യാപകരുടെയൊക്കെ പലരെ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഇപ്പോൾ പുതിയ കുട്ടികൾക്കൊക്കെ എന്താ റാം കെയർ ഓഫ് ആനന്ദി മതി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ നോവലിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് ഞാൻ വായിക്കാത്തതുകൊണ്ട് എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരോട് മറുപടിയും പറഞ്ഞില്ല. പക്ഷെ അവർ നെഗറ്റീവായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ വെച്ച് DC ബുക്സിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറി എനിക്ക് 2 മണിക്കൂർ സമയം കിട്ടി. ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തും അവിടെ നിന്നാണ് ഈ നോവൽ ആദ്യമായിട്ട് ഞാൻ വായിച്ചത്. ഇപ്പോൾ ഒരു ഭംഗിയായിട്ട് അത് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ അധ്യാപകരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒന്ന് തൊടാതെ ഇല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പല കാഴ്ചകളിനപ്പുറത്ത് എങ്ങനെ സ്നേഹിക്കാമെന്നും, അതുപോലെ തന്നെ മഞ്ഞിലെ വിമലയെ കാത്തിരിക്കുന്നത് പോലെ അതിൻ്റെ അകത്ത് ആനന്ദിയെ കാത്തിരിക്കുന്ന ഒരവസ്ഥ എനിക്കും ഉണ്ടായി. അപ്പോൾ ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് അത് ചർച്ച ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അവരോട് ഇനി ഏതെങ്കിലും ഒരു വേദി കിട്ടുമ്പോൾ നിങ്ങളെടുത്ത് വായിക്കണം. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ മുമ്പോട്ട് വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു സാഹിത്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു തലമുറയ്ക്ക് സാഹിത്യമില്ലാത്ത നോവലുകളോട് ഉള്ള ഒരു താല്പര്യം, അതിനെക്കുറിച്ചും അറിയാനുള്ള താല്പര്യമുണ്ട്. താങ്ക് യു. സാധാരണഗതിയിൽ പ്രേമനഗരമാണോ നിങ്ങളുടെ അനുഭവം എന്നാണ് എല്ലാവരും ചോദിക്കാറുള്ളത്. അപ്പം മധുരവേട്ട എനിക്ക് തോന്നുന്നു മെഞ്ഞാന്നുള്ളൊരു വേദിയിൽ ഇതുപോലൊരു ചോദ്യം വന്നപ്പോൾ അതിനുള്ളൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നോവലുകളായാലും മറ്റേത് കവിതകളായാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സാമൂഹികമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എഴുത്തുകാർ എഴുതുക എന്നുള്ളത്. ഇപ്പോൾ മധുരവേട്ട അതിൽ പല കാര്യങ്ങളും എൻ്റെ സുഹൃത്തുക്കളുടെ സ്വപ്നങ്ങളാണ്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു രാത്രി 12 മണിക്ക് ശേഷം തട്ടുകടയിൽ ചെന്നൊരു ദോശ കഴിക്കുക എന്നുള്ളത്. പക്ഷേ അവൾക്ക് സാധിക്കില്ലായിരുന്നു. ഇന്ന് അവൾ അത് ചെയ്തോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇന്നും അത് സാധിക്കാതെ, ഒരു പക്ഷേ മരണം വരെ സാധിക്കാതെ അവൾ മരിച്ചു പോയേക്കാം. ഇപ്പോൾ അതിൽ മധുരവേട്ടയിലൊരു ഭാഗം പുൽപ്പള്ളി കാടാണ് എഴുതിയിരിക്കുന്നത്. ആ ഭാഗത്ത് അത് ഞങ്ങളുടെ ഒരു ടൂറായിരുന്നു. അത് അടുത്ത കാലത്താണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളിൽ 2 പേര് പറയുകയാണ്, നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ്, കാട്ടിലേക്ക് കയറി പോകാൻ തോന്നുന്നു, വേണമെങ്കിൽ പാതിരാത്രിയും കാട്ടിൽ പോകാം അവിടെ. പക്ഷേ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വേട്ട നടത്തണം കാട്ടിൽ കയറിയിട്ട്. പക്ഷെ ഒരിക്കലും സാധ്യമല്ല. കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു വിച്ഛേദമോ പോക്കോ ഒന്നും ഒരിക്കലും സാധ്യമല്ല. ഇതുപോലെയുള്ള ഒരുപാട് മനുഷ്യർ, ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും, നമുക്ക് പലതും പറയാം. വലിയ മുന്നേറ്റങ്ങളുണ്ട്, സ്ത്രീകളുടെ അങ്ങേയറ്റം മുന്നേറ്റം സാധ്യമാകുന്നുണ്ട് അല്ല. പക്ഷേ എന്നാലും ചിലർക്ക് ഇതെല്ലാം സ്വപ്നം മാത്രമായി പോകുന്നൊരു കാലമുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്നോട് അവർ പറഞ്ഞ അവരുടെ സ്വപ്നങ്ങളും ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പിന്നീട് ഭാവനയും കൂടി ചേർത്തുകൊണ്ടാണ് മധുരവേട്ട എന്നുള്ള, പിന്നെ അതിലൊരു പ്രതികാരത്തിൻ്റെയൊക്കെ ഒരു വാഞ്ച, അതും ഇതുപോലുള്ള അനുഭവമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് നന്നായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു പെൺകുട്ടിക്കാണ്, എൻ്റെ MPhil കാലത്താണ്, പെൺകുട്ടിക്കാണ് ബസ്സിൽ വെച്ച് വളരെ മോശമായ ഒരു അനുഭവം. എന്തിനോടും പ്രതികരിക്കുന്നൊരു പക്ഷേ ഒരു ശബ്ദം പോലും അവൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ബസ്സിൽ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിനക്ക് ഒന്ന് പ്രതികരിച്ചുകൂടെ? ഇത് പെട്ടെന്നുള്ള ഇതിലാകെ തളർന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ളുറപ്പുള്ള മനുഷ്യർ പോലും തളർന്നു പോകുന്ന ഘട്ടങ്ങൾ ഉണ്ട്. അവൾ പറഞ്ഞത് ഇതാണ്, അവൻ നരകിച്ച് ചാവും എന്നാണ്. കാരണം ഇടിക്കാനോ അടിക്കാനോ ഓടാനോ ഒന്നും പറ്റാത്ത അവസ്ഥ. അവൻ പോവുകയും ചെയ്തു, ആരാന്നറിയില്ല. അപ്പം അവൻ നരകിച്ച് ചാവും എന്ന് പറയാൻ, അപ്പോൾ അത്രയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ആ സാമൂഹ്യ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, എന്നാൽ മറ്റ് നോവലാണല്ലോ, നോവലാകുമ്പോൾ നമ്മുടെ ഭാവനകൾ വരണം, അതിൻ്റെ ഭാഷ വരണം, അങ്ങനെ ചേർത്ത് വെച്ച് എഴുതിയതാണ് മധുരവേട്ട. അതിൽ അഖിൽ നേരത്തെ പറഞ്ഞൊരു കാര്യത്തോട് ഒരു അഡീഷൻ പറയണമെന്ന് തോന്നി. അതായത് ഇപ്പം ട്രാൻസ് വ്യക്തികളെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആൻസൈറ്റിയാണ് അവർ ഭിക്ഷ എടുക്കാൻ വരുന്ന ട്രെയിനിലൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന, നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ തട്ടിപ്പറിക്കുന്ന ഒരു കൂട്ടരാണെന്നുള്ളത്. ഇത് ഞാൻ ഏത് ജെൻഡറിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാ വേദികളിലും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ പൈസ തട്ടിപ്പറിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലാണ്. അതുകൊണ്ടാണോ ഇഷ്ടമല്ലാത്തത്? ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട്.
നിങ്ങളുടെ പൈസ എത്ര പേരുടേത് ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികൾ ട്രെയിനിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടുണ്ട്? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരം മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട്? അല്ല, അതൊന്നുമല്ല. കൃത്യമായിട്ട് സിസ്റ്റമിക് ആയിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ഇത് എല്ലാവരും പറയുന്നൊരു സാധനമാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അവർക്ക് ആ ട്രെയിനിൽ പോയി അല്ലെങ്കിൽ 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ശരീരം വിൽക്കേണ്ട ഗതികേടും ഭിക്ഷ എടുക്കേണ്ട ഗതികേടും ഉണ്ടാവുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ആദ്യം ചോദിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ എത്ര പ്രിവിലേജ്ഡ് ആയുള്ള സ്ഥലത്തായിരിക്കുന്നതെന്ന് മനസ്സിലാവും. കാരണം 2014 മാത്രമാണ് ട്രാൻസ് മനുഷ്യരെ ഇന്ത്യൻ പൗര ശരീരമായിട്ട് പോലും പരിഗണിക്കുന്നത്, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ പിന്നെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ കളക്ടറാവുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പം അത് സാധ്യമല്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കേണ്ടതുണ്ട് തോന്നുന്നു. ഈ നല്ലതാണോ ചീത്തതാണോ, നല്ല ട്രാൻസ് വ്യക്തി ആണോ, നല്ലോണം പെരുമാറുന്ന ട്രാൻസ് വ്യക്തിയാണോ, നമ്മളോട് മാന്യമായിട്ട് നമുക്ക് സ്നേഹം തോന്നുന്ന ട്രാൻസ് വ്യക്തി ആണോ എന്നൊക്കെ ഉള്ളത് ഇത്തരം കാരണങ്ങൾ കൂടി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എല്ലാ ട്രാൻസ് മനുഷ്യരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിലപ്പം നല്ല രീതിയിൽ നിങ്ങളുടെ നല്ലത് വെച്ചിട്ടോ നിങ്ങളുടെ മാന്യത വെച്ചിട്ടോ ഒന്നും പ്രതികരിച്ചോളുന്നില്ല. കാരണം അവർ ജീവിച്ച സാഹചര്യം അതാണ്. നമുക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ചോദിച്ച പെണ്ണപ്പനെ കുറിച്ച് ചോദിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ ആ കവിത ഞാൻ അങ്ങനെ രാഷ്ട്രീയം പറയാൻ വേണ്ടി എഴുതിയൊരു കവിതയല്ല. ആ കവിത എൻ്റെ ജീവിതമാണ്. എനിക്കൊരു ഭാഷയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ വാക്ക് വെച്ച് അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ജെൻഡർ റോളിനെ തകർക്കുന്ന ശരീരങ്ങൾ, ഇപ്പം വീട്ടുജോലി എടുക്കുന്ന ഒരു ആൺ ശരീരത്തിന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് ആണത്തത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ജെൻഡറിനെ ചോദ്യം ചെയ്യുക, ജെൻഡർ ബൈനറിനെ ചോദ്യം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ഇൻഡയറക്റ്റ് ആണ് എഴുത്തിൽ വന്നിട്ടുള്ളത്. അല്ലാതെ കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടി കവിത എഴുതിയ ആളല്ല, മറിച്ച് ഞാൻ കണ്ട ജീവിതവും ഞാൻ ജീവിച്ച ജീവിതമാണ് എഴുത്തിലുള്ളത്. അപ്പം അതുപോലുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലുള്ളൊരു ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. നിരന്തരം ഇങ്ങനത്തെ തെറിവാക്കുകൾ പെണ്ണാച്ചിന്നും കുണ്ടെന്നും 9 ചാന്തുപുട്ടെന്നൊക്കെ വിളിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലം മൊത്തം കട്ടെടുത്ത് ഇപ്പോഴും മരുന്നുകൊണ്ട് മാത്രം ജീവിക്കുന്ന, കയ്യിൽ നിറയെ സെൽഫ് ഹാം ചെയ്ത ബ്ലേഡ് കൊണ്ട് വരച്ച പാടുകൊണ്ടും ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പം ആ പൊരുതലും ആ ജീവിതവും ഭാഷയിലൂടെ അടയാളപ്പെടുത്താനുള്ള ശ്രമമായിട്ടാണ് ആ കവിത നിൽക്കുന്നത്. എന്നോട് ചോദിച്ചത് കാത്തിരിപ്പ് പ്രണയത്തിൻ്റെ. നമ്മളെല്ലാവരും ഇപ്പോൾ ലൈഫിൽ ഒരാളെ സ്നേഹിക്കും. ചിലപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ലവ് ഒരിക്കലും മോസ്റ്റ്ലി ഒന്നാവാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റിയിട്ടുള്ളവരാണെങ്കിൽ ലക്കിയാണ് ഭയങ്കരമായിട്ട്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ചില ആൾക്കാരോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും, ഇവർ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ പാർട്ടാവാതെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കാത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെന്നൈയിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റിനുമാണെങ്കിലും. ഇപ്പം കല്യാണം കഴിഞ്ഞാലും പ്രണയം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ടല്ലോ, നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല, അത് നിശബ്ദമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞത് അത് കറക്റ്റ് അല്ലേ? ഫാദറിന് തോന്നിയിട്ടില്ലേ പ്രണയം? ഇല്ലേ? അതുപോലെ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഇതായിരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയുടെ പുറത്ത് മാത്രം പറയാതെ പോയിട്ടുള്ള ഒരുപാട് ഇഷ്ടങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ആ ഇഷ്ടത്തിൻ്റെ പുറത്ത് ഉള്ളതാണ് മല്ലിയും റാമും തമ്മിലുള്ളൊരു കണക്ഷൻ. പക്ഷേ ഒന്നിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള വ്യക്തികളുണ്ട്. അതാണ് ആനന്ദി റാമും വന്നിട്ടുള്ളത്. ആനന്ദിയുടെ കാര്യങ്ങൾ വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരിക്കലും ഒരു പ്രണയത്തിൽ കുടുങ്ങി ഇവിടെ തന്നെ നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ല. വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യായിരുന്നു, പക്ഷേ രക്തബന്ധത്തെ തേടി പോയിട്ടുള്ള ഒരു വ്യക്തിയാണത്. ഇപ്പോൾ നമുക്കൊക്കെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ വീട്ടുകാരല്ല. ഞാനിപ്പോൾ വയനാടായിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ എല്ലാവരും മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാർ ഇവിടെ ദുരന്തത്തിൽ ഉണ്ട്. നേരെ മറിച്ച് എവിടെയെങ്കിലും ആ ദുരന്തത്തിൽ ദൂരേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും തേടി പോകത്തില്ലേ? നമ്മൾ തേടിപ്പോവും. എനിക്ക് ചോദിച്ചു എന്തുകൊണ്ട് ആനന്ദി ഇവിടെ നിന്നുകൂടാന്ന് ചോദിച്ചു പലരും വായിച്ചതിന് ശേഷം. പക്ഷെ നമ്മുടെ രക്തബന്ധം എന്ന് പറഞ്ഞത് എത്ര ദൂരത്തിലാണെങ്കിലും നമ്മളതിനെ കടല് താണ്ടിയാണെങ്കിലും നമ്മൾ താണ്ടിപ്പോവും. അതിനിപ്പോൾ നമ്മുടെ ഒരു പ്രണയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തടസ്സമല്ല. അതുകൊണ്ട് മാത്രമാണ് റാമിനെ തഴഞ്ഞ് ആനന്ദി പോയത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിനും നമുക്കൊരു സുഖമായിട്ട് എനിക്ക് തോന്നി. വേണമെങ്കിൽ ഒന്നിക്കായിരുന്നു, പക്ഷേ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി, അതാണ് പോയത്. കേട്ടോ, താങ്ക് യു. ബിനീഷിനോടാണ് ചോദിക്കാനുള്ളത്. ബിനീഷ്, ഞാനൊക്കെ ഒരു സമയത്ത് കവിതയിൽ വന്ന ആളുകളാണ്. വളരെ കാലം ബിനീഷ് കവി തന്നെയായിരുന്നു. ഈ അടുത്ത കാലത്താണ് നോവലിസ്റ്റ് എന്നൊരു വേഷത്തിലേക്ക് വന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, കവി എന്ന നിലയിലാണോ നോവലിസ്റ്റ് എന്ന നിലയിലാണോ കേരള വായന സമൂഹം അല്ലെ സാഹിത്യ സമൂഹം ബിനീഷിനെ സ്വീകരിച്ചത്? അതിൽ ഏത് വേഷത്തിലാണ്, ഏത് ജീവിതത്തിലാണ് ബിനീഷ് ഏറ്റവും തൃപ്തൻ? ഒരു ചോദ്യം. മറ്റ്
അഖിലിനോടും രണ്ടുപേരും കൂടിയുള്ള ചോദ്യം, മെയിൻലി അഖിലിനോടാണ്. ഈ പറയുന്ന പുതിയ കാലത്തുണ്ടായ റാം കെയർ ഓഫ് ആനന്ദി, ബിനീഷിൻ്റെ നോവൽ അങ്ങനെ അങ്ങ് കാണുന്നില്ല, പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി പോലുള്ളൊരു സാധനം, അച്ഛൻ പറഞ്ഞ പോലെ അല്ലെ സാഹിത്യ മൂല്യം കുറവുള്ളൊരു സാധനം എന്ന് പല തരത്തിലും അഖിലതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആ ഒരു സാധനത്തെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ പുതിയ സോഷ്യൽ മീഡിയ സംവിധാനത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായി വെറും സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം പുസ്തകം വായിച്ച ആളുകളെ എനിക്കറിയാം. ആ രീതിയിലേക്ക് യൂത്തിനെ ഇതിലേക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്തൊരു വിജയമല്ലേ ഈ പുസ്തകങ്ങളുടെ ഒരു വൻ വിജയം എന്ന് ഞാൻ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ മറുപടി? കവിത എനിക്ക് തോന്നുന്നത്, കവിതയ്ക്ക് നമുക്ക് പരിമിതി, കവിതയുടെ പരിമിതിയല്ല, നമ്മുടെ പരിമിതിയാണ്. എല്ലാ ആശയങ്ങളെയും കവിതയിൽ നിറയ്ക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇന്ന് മഹാകാവ്യം എഴുതുന്ന ആരാളുള്ളത് അല്ലേ? ഒരു മഹാകാവ്യം എഴുതിയെന്ന് നോക്കുക, ബിനീഷ് എന്ന ഞാനൊരു മഹാകാവ്യം എഴുതിയാൽ അത് എത്ര പേർ വായിക്കും? കാരണം മഹാകാവ്യം വായിക്കാനുള്ളൊരു സമയം തന്നെ മനുഷ്യർക്കില്ല. എന്നാലും ചെറിയ ഇപ്പോൾ പ്രഭാവർമ്മയെ പോലെയുള്ള ആളുകളൊക്കെ അല്ലേ ഖണ്ഡകാവ്യ രൂപത്തിലുള്ള കവി, എന്നാൽ എത്ര ഒന്നോ രണ്ടോ ആളുകളെ എടുത്ത് കാണിക്കുക എന്നല്ലാതെ. അപ്പോൾ നമുക്ക് കവിതയിൽ ഒരു ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു പരിമിതി ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പം ധാരാളം, ഇപ്പോൾ പ്രേമനഗരം തന്നെ ഞാനൊരു കഥയായി എഴുതിയതാണ്. കഥ എഴുതാന്നൊരു കഥ എഴുതി, അത് നീണ്ട കഥയായി, അതിലും നിന്നില്ല. വീണ്ടും എഴുതി ഒരുപാട് പേജുകളായപ്പോഴാണ് അതൊരു നോവലായി തീർന്നത്. അപ്പം നമുക്ക് പറയാനുള്ള ആശയങ്ങളെ കുറച്ചുകൂടി വിശാല അർത്ഥത്തിൽ എഴുതാനുള്ളൊരു സ്പേസ് നോവൽ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കവിത വിട്ടതല്ല, കവിത എപ്പോഴെങ്കിലൊക്കെ എഴുതാറുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതൽ നോവലിലേക്ക് ശ്രദ്ധ പോയത് കൊണ്ട് നോവൽ എഴുതുന്നു എന്ന് മാത്രം. പിന്നെ എനിക്ക് വ്യക്തിപരമായ എൻ്റെ കാവ്യജീവിതമാണ് ഇഷ്ടം. കവിത അതെൻ്റെ നമ്മുടെ ആത്മാവിനെയോ, അത് നമ്മുടെ മാത്രം ഒരു കവി എഴുതുന്ന ആൾക്ക് മാത്രമേ അതിൻ്റെ സ്വകാര്യതയാണ്. എപ്പോഴും കവിത എഴുതുന്നൊരു ആത്മാനുഭവം എനിക്ക് നോവൽ എഴുതുന്ന സമയത്ത്, നോവൽ എപ്പോഴും ഇപ്പം പറഞ്ഞതുപോലെ നിർമ്മിച്ചെടുക്കാനുള്ളൊരു വ്യഗ്രത നോവലുണ്ട്. കവിത അതല്ല, വല്ലാതെ എവിടെയൊക്കെയോ നമുക്ക് തൊടുകയും, ചിലപ്പോൾ അഖില നേരത്തെ പറഞ്ഞ നോവൽ അഖില എഴുതുമ്പോൾ കരഞ്ഞതുപോലെ നമുക്ക് എവിടെയൊക്കെയോ കണ്ണീരൊക്കെ വരുന്നത് പോലെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥ, ഒരു ഫീലിംഗ് കവിതകളുടെ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ഒരു പക്ഷേ നോവലിൽ കിട്ടുന്നില്ല. പിന്നെ പൊതുവായി ചോദിച്ച് അതിനോട് എനിക്കൊരു അത് അഖില കൂടുതൽ പറയുമായിരിക്കും, വലിയൊരു വിയോജിപ്പുണ്ട്. ഇപ്പോൾ പൊതുവേ പറയുന്നത് നിങ്ങളെല്ലാം PR വർക്ക് ചെയ്തുകൊണ്ടല്ലേ ഈ നോവൽ, ആരോപണം അങ്ങനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കരുതുന്നത് ഞങ്ങളൊക്കെ കരുതുന്നത് ഏതെങ്കിലും ഒരാൾക്കൊരു പുസ്തകം എഴുതിയിട്ട് എന്താണ് നോവലുകളിലെ PR വർക്ക് അല്ലെ എഴുത്തിലെ PR, സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ എഴുത്തിലെ PR വർക്ക് എന്താണെന്ന് അറിയില്ല. ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ വലിയ PRകളൊക്കെ ഉള്ള ആളുകളില്ലേ, അവർക്കൊരു പുസ്തകം എഴുതിയിട്ട് PR വർക്കിനെ അങ്ങ് ഏൽപ്പിച്ചാൽ പോരെ. അങ്ങനെ എല്ലാ എഴുത്തുകാരങ്ങളും തുടർന്നാൽ ഒരുപാട് കോപ്പികൾ പോവില്ലേ? എന്തുകൊണ്ട് ആഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും പലരുടെയും എഴുത്തുകൾ മുന്നോട്ടേക്ക് പോകുന്നില്ല? അത് വായനക്കാരാണ് തീരുമാനിക്കുന്നത്. ഒരു PR വർക്ക് ചെയ്യാതെ നേരത്തെ അഖിൽ ഉദാഹരണം പറഞ്ഞു. ഒരു PR 25 വർഷം മുമ്പ് മരിച്ചുപോയൊരു മനുഷ്യനുണ്ട്, N. മോഹനൻ. N. മോഹനൻ്റെ ഒരിക്കൽ എന്ന കൃതി PR വർക്ക് ചെയ്തിട്ടാണോ ഈ കാലത്ത് പോകുന്നത്? അല്ലെങ്കിൽ ഈ മുൻകൂട്ടി ഉണ്ടാക്കി വെച്ച ഒരു സാധനത്തെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടാണോ പോകുന്നത്? ഇന്ന് ഇതൊന്നും അറിയാതെ ഈ എഴുത്തുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു പബ്ലിക്കേഷന് നമ്മളോട് എപ്പോഴും പറയുന്നതാണ്. N. മോഹനൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള പുസ്തകം ആവശ്യപ്പെട്ട് വന്ന ആളുകളുണ്ട്. എഴുത്തുകാരൻ 25 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ അത് ഒരിക്കലും നമുക്ക് ഒരു പുസ്തകത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്, എഴുത്തുകാരൻ്റെ വിധി നിർണ്ണയിക്കുന്നത് കാലമാണ്. ഇത് മുന്നേ നമ്മൾ പറഞ്ഞതാണ്, ആത്യന്തികമായ നിരൂപകൻ എന്ന് പറയുന്നത് കാലമാണ്. നമ്മൾ എത്ര വർക്ക് ചെയ്തോ, PR വർക്ക് ചെയ്തോ, അതെല്ലാം ക്ഷണികമാണ്. അല്ലാതെയുള്ള എഴുത്തുകൾ നിലനിൽക്കും. അത് എത്ര PR വർക്ക് ചെയ്തതെന്ന് ആരോപണം വിധേയമായാലും അങ്ങനെ ചെയ്യട്ടെ ആളുകൾ. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർ അങ്ങനെ ഒരു കൃത്യമായി PR വർക്ക് ചെയ്യട്ടെ. ഫേസ്ബുക്കിൽ ഇതിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ളവരുടെ ഫേസ്ബുക്കിൽ എഴുതിക്കട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിക്കട്ടെ. എന്നിട്ട് അവർ ഉത്തരം കണ്ടെത്തട്ടെ അവരുടെ കൃതികൾ ഇത്ര പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ റദ്ദ് ചെയ്യപ്പെടേണ്ട വാദങ്ങളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അഖിലാണ് ഏറ്റവും കൂടുതൽ അത് വിമർശനം നേരിട്ടൊരാൾ. അതുകൊണ്ട് അഖിലത് പറയുമായിരിക്കും.
എനിക്ക് പറയാനുള്ള പകുതിയും പറഞ്ഞു, എങ്കിലും പറയാം. എനിക്ക് സാഹിത്യം എഴുതാൻ അറിയത്തില്ല. കാരണം സാഹിത്യം എന്താണെന്ന് നമുക്കൊരിക്കലും ഇത് നിർവചിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള എഴുത്തുകൾ, അതാണ് സാഹിത്യം. ഇപ്പം ഈ ചെറിയ കുട്ടികൾ മലയാളം വായിക്കാൻ അറിയത്തില്ല. മലയാളം പലർക്കും ചില വാക്കുകൾ പറയുമ്പോൾ അറിയത്തില്ല ഇതെന്താ ഉദ്ദേശിച്ചതെന്ന്. ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ലളിതമായിട്ടുള്ള ഭാഷകളാണ് ഇഷ്ടം. കാരണം അതുകൊണ്ടാണ് ടീനേജ് ആയിട്ടുള്ള ആൾക്കാരും യങ് ആയിട്ടുള്ള ആൾക്കാർ റാം കെയർ ഓഫ് ആനന്ദി ആഘോഷിച്ചത്. പിന്നെ എനിക്ക് കൊച്ചിലെ തൊട്ട് തന്നെ എനിക്ക് കഥ പറഞ്ഞ ശീലം. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ തന്നെ എഴുതി പോയതാണ്. ഇപ്പം എൻ്റെയൊക്കെ ഒരു സാഹിത്യം നിറഞ്ഞ ഒരു പുസ്തകം എഴുതാൻ പറഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു പോകും. കാരണം ഞാനല്ല അവിടെ. ഞാൻ എഴുതുന്ന ശൈലി അങ്ങനെ ആയിപ്പോയി. അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. ഒരിക്കലും അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ വായിക്കുന്നു. പിന്നെ PR വർക്ക്, ഞാൻ ₹1 പോലും ഒരു ബുക്കിനും PR വർക്ക്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മെർക്കുറിയലിലും ഓജോബോർഡൊക്കെ ഇതേപോലെ എഡിഷൻസ് പോകണ്ടേ. ഓജോബോർഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6ാമത്തെ 7ാമത്തെ പതിപ്പായിട്ടുള്ളൂ. മെർക്കുറിയലിൻ്റെ 5ാമത്തെ ആയിട്ടുള്ളൂ. ഈ സെയിം PR വർക്ക് ഞാനിവിടെ ചെയ്തിരുന്ന എൻ്റെ 2 ബുക്കുകൾ ഹിറ്റാവത്തില്ലേ? പോട്ടെ, ഇവിടെ എത്രയോ എഴുത്തുകാരുണ്ട്. ഇവർ ലക്ഷപ്രഭുക്കൾ വരെ ഇവിടെ എഴുതുന്നുണ്ട്. സിനിമാ സംവിധായകർ എഴുതുന്നുണ്ട്, ആക്ടേഴ്സ് എഴുതുന്നുണ്ട്, എത്രയോ ആൾക്കാർ എഴുതുന്നുണ്ട്. ഇവരെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ലക്ഷങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇവർക്കും വരത്തില്ലേ ഇതുപോലുള്ള 50 എഡിഷൻ 60 എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്? ഒരിക്കലും പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എന്തോ ഒരു മാജിക്ക്, എന്തോ ഒരു ലക്കി ആയിട്ടുള്ള ആ ഒരു റീൽസ് ഭയങ്കര വൈറലായത് മാത്രമാണ് എൻ്റെ ബുക്കിലുണ്ടായിട്ടുള്ള PR വർക്കല്ല. ഞാൻ അവിടെ പോയത് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു വീഡിയോ. അത് ഞാനല്ല ഇട്ടത്, ഒരു പെൺകുട്ടിയാണ് ഇട്ടിരുന്നത്. അതുപോലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരിക്കലും ആ ഒരു വിമർശനം ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്. ഞാൻ ₹1 പോലും PR വർക്കിന് മുടക്കിയിട്ടില്ല. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ശ്രേയ. ഞാൻ MBBSന് പഠിക്കുകയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെയും സീരീസിൻ്റെയും കാലഘട്ടമാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലൊരു വീഡിയോ കണ്ടാൽ പോലും ഞങ്ങളത് 1.5x അല്ലെങ്കിൽ 2.5x ഇട്ടിരുന്ന് കാണുന്ന ആൾക്കാരാണ്. അതായത് ഞങ്ങൾക്കെല്ലാം പെട്ടെന്ന് കണ്ടു തീർക്കണം. അങ്ങനത്തെ കാലഘട്ടത്തിലെ ആൾക്കാരെ കൂടെ പിടിച്ചിരുത്താൻ റാം കെയർ ഓഫ് ആനന്ദിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തോ ഒരു ചേരുവ ഞങ്ങൾ ജെൻസി കിഡ്സിനെ കൂടെ അതിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്ത് മാറ്റമാണ് ഇന്നത്തെ എഴുത്തിന് അനിവാര്യം? കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അവസാനമായിട്ട് വായിച്ച ഒരു ചെറുകഥ എന്ന് പറയുന്നത് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ്. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിരുന്നു. അത് ഞാൻ സ്വയം വായിച്ചതല്ല, എൻ്റെ അച്ഛൻ റെക്കമെൻഡ് ചെയ്ത അങ്ങനെ എനിക്ക് വായിക്കാൻ ഇടയായതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ ജെൻസി കിഡ്സിന് അല്ലെങ്കിൽ യൂത്ത് അവർക്ക് ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള എഴുത്തുകൾ മിസ്സായി പോകുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ ഈ എഴുത്തിൽ എന്ത് ഇന്നോവേഷൻ കൊണ്ടുവന്നാലാണ് ഈ ജെൻസി കിഡ്സിനെയും കൂടെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുക? കാരണം റാം കെയർ ഓഫ് ആനന്ദിക്ക് അത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ഇന്നോവേഷനാണ് ഈ ഒരു എഴുത്തിൽ കൊണ്ടുവരേണ്ടത്? എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റുന്ന രീതി, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അതാണെന്ന് തോന്നുന്നു കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സിനിമ കാണുന്ന കണക്ക് ആൾക്കാർക്ക് വായിക്കാൻ തോന്നി. പിന്നെ ഇയാൾ പറഞ്ഞില്ലേ 1:2 അത്ര ഇട്ട് അടിച്ച് കാണുന്നതാണ്. കാരണം റീൽസ് 30 സെക്കൻഡ് കൊണ്ടോ 60 സെക്കൻഡ് കൊണ്ടോ നമ്മൾ ഒരു കഥ അതിൻ്റെ അകത്ത് പറയും. ഒരു സിനിമയുടെ കഥ മൊത്തം പറയും. അപ്പോൾ നമുക്കൊരു ലാഗ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പം തന്നെ സ്കിപ്പ് ചെയ്യും. തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ലാഗ് വരുമ്പോൾ ഞാൻ കണ്ടുണ്ട് മൊബൈൽ എടുത്തിട്ട് റീൽസ് കാണുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജനറേഷൻ. അപ്പോൾ ഈ സമയത്ത് ആൾക്കാർ ചിലപ്പോൾ എനിക്ക് വന്നിട്ട് ചോദിക്കും കഥ എഴുതുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് വേണ്ടത്? അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, ലാഗില്ലാതെ എഴുതിക്കോ, ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ചില ആൾക്കാർ ഒരു ഷോർട്ട് സ്റ്റോറീസിൻ്റെ ത്രെഡ് കിട്ടും, അത് നീട്ടി വലിച്ച് റബ്ബർ ബാൻഡ് പോലെ ആക്കി ഒരു 150 പേജിൽ ഒരു നോവലാക്കിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അപ്പം ഞാൻ പറയാം, എന്തിനാണ് നിങ്ങൾ അത്രയും നീട്ടി വലിക്കുന്നത്? നിങ്ങൾക്ക് അത് കുറച്ച് കഥകളാക്കി ഷോർട്ട് സ്റ്റോറീസിൻ്റെ കളക്ഷനാക്കി വെച്ചുകൂടെ? അതിപ്പോൾ ഒരു സിനിമ ആക്കണമെങ്കിൽ ഒരു സംവിധാനം എന്ന് അപ്രോച്ച് ചെയ്താൽ അതിൻ്റേതായ ബെനിഫിറ്റും കിട്ടും. നിങ്ങളത് നീട്ടി വലിക്കുമ്പോൾ പകുതി പോലും ആൾക്കാർ അതിലേക്ക് എത്തത്തില്ല. അപ്പോൾ ആ പറയുന്ന ലാഗ് നമ്മൾ ഒഴിവാക്കുക. ഈ പറയുന്ന കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കഥ പറയുക. നോവൽ എഴുതാനുള്ളത് നോവലാക്കുക, ഷോർട്ട് സ്റ്റോറി ആക്കാനുള്ളത് ഷോർട്ട് സ്റ്റോറി ആക്കുക. ആ ഒരു ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ജെൻസി ആണെങ്കിലും പഴയ ജനറേഷൻ ആണെങ്കിലും ഇപ്പോൾ ഞാൻ പറയാം, പഴയ ജനറേഷൻ എല്ലാവരും ഇതിൽ തന്നെയാണ്, റീൽസിലും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ അച്ഛനമ്മമാരാണോ ഇപ്പോൾ? അല്ല, പല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കറിയാം ഇവൻ എന്തൊക്കെ പരിപാടി കാണിക്കുമെന്ന് ഇപ്പോൾ. കാരണം ഞാനിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഏകദേശം ഞാൻ 93 ജനിച്ചത്. അപ്പോൾ 96 തൊട്ടുള്ളവരാണ് ജെൻ സി എന്ന് പറയുന്നവർ. ഒരു 3-4 വർഷത്തെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ റൈറ്റിങ്ങിൽ ആ ഒരു വ്യത്യാസം വരും.
കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർ വായിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. അതിൽ ചെറിയൊരു വിയോജിപ്പ് അഖിലോട് ചോദിച്ചതാണെങ്കിലും നമുക്ക് ഇന്ന് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സാഹിത്യത്തിൽ തന്നെ. ഒരു കാലത്ത് നമുക്ക് ലിറ്റററി ഫിക്ഷൻ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇന്ന് നോക്കൂ, ക്രൈം ഫിക്ഷൻ്റെ ഭാഗത്ത് പകലിൻ്റെ ആകുമ്പോൾ സിനിമാറ്റിക് ഫിക്ഷൻ, ഇപ്പുറത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പാലയിട്ടുകൊണ്ട് അപ്മാർക്കറ്റ് ഫിക്ഷൻ, റൊമാൻറ്റിക് ഫിക്ഷൻ. അപ്പം നമ്മൾ റൊമാൻറ്റിക് ഫിക്ഷൻ മാത്രം റൊമാൻറ്റിക് വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് തിരഞ്ഞെടുത്താൽ മതിയല്ലോ. റൊമാൻറ്റിക് ഫിക്ഷൻ തിരഞ്ഞെടുക്കാം. ക്രൈം ഇഷ്ടമുള്ളവർക്ക്, ഇപ്പോൾ അകലിൻ്റെ ഒക്കെ സിനിമാറ്റിക് ആഗ്രഹമുള്ളവർക്ക് അത് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന്, ഗൗരവമുള്ള വായനയും ഈ പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ തപോമയുടെ അച്ഛനൊക്കെ അത്രയും എഡിഷനുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ആത്രേയകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അത്രയും കോപ്പികൾ, പി വി ഷാജികുമാറിൻ്റെ കോപ്പികൾ പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വായനകളും ഇന്ന് സാധ്യമാകുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അതെല്ലാം പോകുന്നുണ്ട്. രാജശ്രീ ടീച്ചർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വലിയ നോവലുകളാണ്. അതെല്ലാം നന്നായി വായിക്കപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം ഉള്ള സാഹചര്യം, അതാണ് നേരത്തെ ആദ്യം തുടങ്ങി വെച്ചത്, എല്ലാത്തിനുമുള്ള വായനയ്ക്കും എഴുത്തിനുള്ള സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അത് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിൽ പബ്ലിക്കേഷൻ്റെ കൂടി താല്പര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പബ്ലിക്കേഷൻ കൂടിയാണല്ലോ തീരുമാനിക്കുന്നത് ഇത് ഏതിൽ വരണം എന്നുള്ളത്. മാർക്കറ്റ് ഫിക്ഷൻ എന്നുള്ളത് പബ്ലിക്കേഷനാണ്. ഇത് ഈ ജോണറിൽ വരുന്നതാണ് എന്ന് തീരുമാനിക്കുന്നത്. ഇല്ല, ചോദിച്ചതിന് ഒരു തെറ്റുമില്ല. കാരണം നമ്മൾക്ക് മനസ്സിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഒരു എഴുത്തുകാരനെ നേരിട്ട് കിട്ടുമ്പോൾ അയാളിപ്പോൾ ഒരു മോശം കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ ചോദിക്കാം. അപ്പോൾ അത് പറഞ്ഞതാ, ഒന്നും ഹർട്ടാവുന്ന രീതിയിൽ പറഞ്ഞതല്ല കേട്ടോ. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. ഓക്കെ. ഓഹോ, താങ്ക് യു ഫാദർ. എൻ്റെ പേര് ഫൗലാദാണ്. ആദ്യകാലത്തൊക്കെ നന്നായി വായിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ വായന കുറവാണ്. ഇപ്പോൾ അവസാനമായി വായിച്ച 2 നോവലുകളാണ് അഖിൽ പി ധർമ്മേൻ്റെ റാം കെയർ ഓഫ് ആനന്ദി. അത് ഇപ്പോൾ 50ാമത്തെ എഡിഷനോ അങ്ങനെ ആയി. അത് സൂപ്പർ ഹിറ്റായ ശേഷമാണ് എനിക്ക് വായിക്കാൻ തോന്നിയത്. എന്തുകൊണ്ട് ആളുകൾ ഇത്ര ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അറിയാം. അതുകൂടാതെ നിമ്ന വിജയിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അതിൻ്റെയൊക്കെ ഒരു വിജയം എന്താണെന്ന് അറിയാനും കൂടിയാണ് ഞാനത് വായിക്കാനെടുത്തത്. ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഒറ്റ ഇരിപ്പിൽ നിന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ 2ഉം വായിക്കാൻ കഴിഞ്ഞു. വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം എടുത്താണ് ബിജുഷ് പുഷ്പത്തിൻ്റെ പ്രേമനഗരം ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഇത്തരം പുതിയ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറയുന്ന ഈ ജനറേഷനെ അതിലേക്ക് കൊണ്ടുവരാൻ ഇതിനെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ എല്ലാ തലമുറകളുമായിട്ട് സംവദിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. എനിക്ക് അറിയാനുള്ളൊരു കൗതുകം ഞാൻ ചോദിക്കാം. ഞാൻ വൈകി വന്ന ഒരാളാണ്, ഇവിടെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. അഖിൽ പി ധർമ്മജൻ്റെ ഈ റാം കെയർ ഓഫ് ആനന്ദി സിനിമയാകാൻ പോകുന്നു എന്നൊരു വാർത്ത കേട്ടു. അത് ശരിയാണോ? അങ്ങനെ സാധ്യതകളുണ്ടോ? സിനിമയുടെ വർക്കുകൾ നടക്കുകയാണ്. ഞാൻ തിരക്കഥ എഴുതാനായിട്ട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല. കാരണം ബുക്കിൽ ഞാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു തിരക്കഥാകൃത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വൃത്തിയായിട്ട് ചെയ്യും. അതിനുശേഷം എന്നെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ നടക്കുന്നു. ചിലർ ന്യൂസുകളൊക്കെ വിടുന്നുണ്ട്, ദുൽഖർ അഭിനയിച്ച് ഷൂട്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചുമ്മാതാണ്, ഒന്നും ആയിട്ടില്ല. സ്ക്രിപ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ. ഒരു അടുത്ത വർഷത്തേക്ക് നമുക്ക് ലാസ്റ്റിലേക്കൊക്കെ തിയേറ്ററിൽ കാണാം. താങ്ക് യു.